അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആഡ്സിക് പോഡ്കാസ്റ്റിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ടുള്ളത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ഇഷാൻ ദേവ് ബ്രോയാണ്. ഇഷാൻ ദേവ് ബ്രോ, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. താങ്ക് യു സോ മച്ച് വിപിൻ. താങ്ക് യു. ഇഷാൻ ദേവ് ബ്രോനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് ഇഷാൻ ബ്രോനെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം കരാമയിലെ കീർത്തി റെസ്റ്റോറൻറ്റിൽ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കണം. ഫാൻ ബോയ് ആണ് ഞാൻ അദ്ദേഹത്തിൻ്റെ. ബ്രോ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് സെൽഫി എടുക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അദ്ദേഹം റിപ്ലൈ ചെയ്തു. ഞങ്ങളന്ന് അത്ര ടൈമായിട്ട് പോലും ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി അവിടെ പോയി അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സെൽഫി എടുത്തു. ആ സെൽഫി എടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്താ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കുകയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 1-2 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ച് ഫുൾ മ്യൂസിക് റിലേറ്റഡ് കാര്യങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വളരെ ക്ലോസ് ആയി. എൻ്റെ ഫ്രണ്ട് ഒരു സിംഗർ ഉണ്ടായിരുന്നു, പ്രണവ്. അപ്പോൾ അദ്ദേഹമായിട്ട് അല്ല, ഞാൻ അതിൻ്റെ കൂടെ ഒന്ന് ഓർമ്മിക്കണം, അന്ന് ആ സമയത്ത് കറാമ വെച്ച് വിപിൻ പറഞ്ഞിരുന്നു നമുക്കിതുപോലെ ഒരു പോഡ്കാസ്റ്റ് ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യണം, ഡ്രീമാണ്. അപ്പോൾ അത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ വിളിച്ചു വീണ്ടും. അതാണ് കറാമയിൽ നിന്നും സ്വപ്നത്തിലേക്ക്. അതാണ്. അപ്പോൾ അത് എൻ്റെ ഒരു കോയിൻസിഡൻസ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ സോഫ്റ്റ് ലോഞ്ചിൻ്റെ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം ഒരു കോയിൻസിഡൻസ് ആണ്. പക്ഷേ നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം നടന്നു. എനിക്ക് എപ്പോഴും പ്രത്യേകിച്ച് ഒരു നമ്മുടെ ദുബായ് എന്ന് പറയുന്നത് ഒരു അവരുടെ ടൈറ്റിൽ തന്നെ കേൾക്കുന്നത് സിറ്റി ഓഫ് ഡ്രീംസ് എന്നാണ്. സത്യം പറഞ്ഞാൽ ഞാനും ആസ് എ മ്യൂസീഷ്യൻ, ആസ് എ ഒരു എന്താണ് ഒരു സാധാരണക്കാരൻ, നമുക്ക് ഇവിടെ ഈ സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് കുറേ ഡ്രീം ചെയ്യാൻ പറ്റും, കുറേ കാര്യങ്ങൾ നമുക്ക് എന്താണ് ആഗ്രഹിക്കും. നമ്മളെ ഒരുപാട് സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഒരു നഗരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഭയങ്കര രസമാണ് അതിൽ ആ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും അത് ചെറുതായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യമാണ്. അത് വിപിൻ അടിപൊളിയാണ്. അപ്പോൾ അതിൽ എനിക്ക് ഇപ്പോൾ ഇഷാൻ ഭവൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു മ്യൂസിക് ബേസ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നോക്കിയിട്ടുള്ളത്, എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഇഷാൻ ഭവൻ്റെ ഫാദർ അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രോങ് ബേസ്, കർണാട്ടിക് മ്യൂസിക്കിൽ ഒരു സ്ട്രോങ് ബേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയുക? അല്ല, ഞാൻ എപ്പോഴും പറയാം, നമ്മളിപ്പോൾ ഒരു എനിക്ക് മ്യൂസിക് എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലൈഫാണ്, അല്ലാതെ ഒരു പ്രൊഫഷനോ അല്ലെങ്കിൽ ഒരു ഫെയിം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമല്ല. അപ്പോൾ അതൊരു കുഞ്ഞിലേ തൊട്ട് അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അത് നമ്മളെന്ത് പറയണം, അതൊരു പ്രൊഫഷൻ അല്ലാതെ നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ ഒരു കാര്യമായി മാറുമ്പോഴാണ് അതിനൊരു ബ്യൂട്ടി ഉണ്ടാവുന്നത്. അത് നമ്മുടെ ലൈഫ് തന്നെ സപ്പോർട്ട് ചെയ്ത് മാറുന്ന സിസ്റ്റമായിട്ട് മാറുകയും ഇപ്പോൾ അതിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെനിക്ക് മ്യൂസിക് എന്ന് പറയുന്നത് എൻ്റെ ഒരു വേ ഓഫ് ലൈഫാണ്, അല്ലാതെ ഇതൊരു പ്രൊഫഷനോ പാഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കുമെങ്കിലും എനിക്ക് എന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ദിസ് ഈസ് മൈ വേ ഓഫ് ലൈഫ്, ദിസ് ഈസ് മൈ എൻറ്റയർ ലൈഫ് എന്ന് പറയുന്നത് മ്യൂസിക് റിലേറ്റഡ് ആണ്. എൻ്റെ ഫ്രണ്ട്ഷിപ്പ്, എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ സന്തോഷങ്ങൾ, നമ്മളങ്ങനെയാണല്ലോ സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ റിലേറ്റ് ചെയ്യുന്നത് മ്യൂസിക്കിലൂടെയാണ്. നമ്മൾ സംസാരിച്ച ടോപ്പിക്ക് മ്യൂസിക് ആയിരുന്നു, അതുകൊണ്ട് തന്നെയാണ് അത്രയും സംസാരിക്കാൻ. ഉറപ്പായിട്ടും നമുക്കത് എനിക്ക് വേറൊന്നും സംസാരിക്കാനില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മ്യൂസിക് മാത്രമേ സംസാരിക്കാറുള്ളൂ. മ്യൂസിക്കായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു കർണാട്ടിക് മ്യൂസിക്കിൽ നിന്ന് ഇപ്പോൾ ഇഷാൻ ബ്രോൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ഷനിലേക്ക് വരുമ്പോൾ കർണാട്ടിക് മാത്രം മതിയാവില്ല, വെസ്റ്റേൺ കൂടിയും എല്ലാം വേണം. എല്ലാ കൈൻഡ് ഓഫ് മ്യൂസിക് കേൾക്കണം, എല്ലാം നമ്മൾ എന്താണ് ഒന്ന് ശ്രമിച്ചു നോക്കാനുള്ളൊരു മ്യൂസിഷ്യൻഷിപ്പ് ഉണ്ടാവണം, ടെക്നോളജി പഠിക്കണം. ആസ് എ മ്യൂസിഷ്യൻ നമ്മൾ ഒരു മ്യൂസിക് ഡയറക്ഷനിലോട്ട് എത്തുമ്പോൾ, ഒരു പ്രൊഡക്ഷൻ എത്തുമ്പോൾ, ഞാൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ് ചെയ്യും. അതിലെത്തുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കണം, എത്ര റാം ഇടണമെന്ന് പഠിക്കണം, അല്ലേ? ആദ്യം ഫസ്റ്റ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വിൻഡോസിലാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. ഒരു നല്ല സൗണ്ട് കാർഡ് വെച്ചാൽ എന്താണ് സൗണ്ടിങ്ങിൻ്റെ വ്യത്യാസങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതൊക്കെ പിന്നെ നമ്മളൊരു ഷൂട്ടിംഗ്, സൗണ്ട് മിക്സിങ്, ഡിസൈനിങ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മൈക്ക് വേണമെന്നുള്ളത് വിപിന് മുന്നേ അറിയില്ലായിരുന്നില്ലേ? അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും 2025 അല്ലെങ്കിൽ 2000 ശേഷം നമ്മളൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു ഇൻഡസ്ട്രിയിലോട്ട് എത്തുമ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണലിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ റഹ്മാൻ സാർ ഏത് മൈക്ക് ഉപയോഗിക്കുന്നു, റഹ്മാൻ സാർ ഉപയോഗിക്കുന്ന റിവർ ബന്ധായിരിക്കും. ഹാരി ജരാസാറിൻ്റെ സ്റ്റുഡിയോ കാണുമ്പോൾ അതിനകത്ത് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് പുള്ളി വെച്ചിരിക്കുന്നു, അല്ലെ? നമുക്കൊരു ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത്, ഇപ്പോൾ എൻ്റെ കയ്യിലൊരു മാഗ് ഇക്യു എന്ന് പറഞ്ഞൊരു ഇക്യു ഉണ്ട്. അപ്പോൾ അതൊരു എയർ ഇക്യു ആണ്. അപ്പോൾ എൻ്റെ വോയിസിൻ്റെ ഒരു മിഡ് റേഞ്ചിന് മേലിലോട്ടാണ് എൻ്റെ സൗണ്ട് റെസൊണൻസ് നല്ലതായിട്ടുള്ളത്. ആ മിഡ് റേഞ്ചിന് മേലോട്ട് ഒരു റെസൊണൻസ് ഉള്ള ഒരു സൗണ്ട് കാർഡ്, അല്ലെങ്കിൽ മീൻസ് ഒരു സൗണ്ട് എന്താണ് ഒരു മൈക്ക് പ്രിയാമ്പ്. ആ പ്രിയാമ്പ് ഞാൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കണം, ഈ ഫ്രീക്വൻസിയിൽ ഇത് വന്നിരിക്കണം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സോട്ട് ഡിസ്കസ് ചെയ്യണം, ഇത് വാങ്ങിച്ചാലോ. സോ മാഗ് ഇക്യൂലോട്ട് എത്താൻ വേണ്ടി ഞാൻ 1 വർഷം എടുക്കും അത് പഠിച്ച്. അപ്പം അത് ചെയ്ത് അതിനെക്കുറിച്ച് വിശകലനം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മ്യൂസിക് മാത്രമല്ല, ആക്ച്വലി ടെക്നിക്കൽ സൈഡ് വേണം. മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും ഇപ്പം ഒരു കാര്യം, ഇപ്പം ഞാൻ എഴുതുന്ന ആളാണ്, ചെറുതായിട്ട് എഴുതും.
എഴുതുമ്പോൾ കൃത്യമായി അത് എഴുതുന്ന ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഞാനൊരു വരി പറയുമ്പോൾ ഞാനൊരു പാട്ട് എഴുതി, അതിനകത്ത് അത് അച്ഛനെക്കുറിച്ചുള്ളൊരു പാട്ടായിരുന്നു. അതിനകത്ത് തായാക മാറി നീ പാടും പാട്ടിൽ ഞാൻ തൂങ്ങിനേൻ, അമ്മയായി മാറി നീ പാടിയ പാട്ടിൽ ഞാൻ ഉറങ്ങി, നീ പാടും പാട്ട് എന്നും തായാനതേ തായ്. അപ്പം ഈ നീ പാടുന്ന പാട്ടാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞുള്ളൊരു വരിയിലോട്ട് വന്ന് കൺക്ലൂഡ് ചെയ്ത് എൻ്റെ ഒരു സുഹൃത്ത് സജസ്റ്റ് ചെയ്ത വരിക. എന്നാൽ എൻ്റെ ഒരു കസിനുണ്ട്, മനേഷ് എന്നാണ്. ആൾ വളരെ അടിപൊളി ആകാശവാണിയുടെ ചീഫൊക്കെയാണ്, നല്ല എഴുത്തുകാരനാണ്. എൻ്റെ പാട്ടുകളിൽ കുറേ എഴുതിയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും എഴുതി അവനെ അയച്ചു കൊടുക്കും, അത് ക്ലിയർ ചെയ്ത് തരുമെന്ന് വെച്ചിട്ട്. എന്നാൽ എന്തെങ്കിലും ഭാഷാ പ്രയോഗത്തിൽ വ്യത്യാസമുണ്ടോ, അപ്പോൾ അതൊക്കെ അവർ വളരെ ഈസി ആയിട്ട് അവർ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുകയും അറ്റ് ദ സെയിം ടൈം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്തൊരു ഏക വഴി. അപ്പോൾ നമ്മൾ പഠിക്കുന്ന മാത്രമല്ല, ബീയിങ് അപ്ഡേറ്റഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ. അതെ, ഇപ്പോഴത്തെ ഒരു ടെക്നോളജി പരമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ ഞാനൊരു ഡൗട്ട് വെച്ചോട്ടെ. ഇപ്പം ഞാനൊരു സിംഗറാണ്, മ്യൂസീഷ്യനാണെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് ഈ ടെക്നിക്കൽ സൈഡ് ഞാൻ വളരെ വീക്കാണ്, എനിക്ക് അതിനെപ്പറ്റി അധികം അത്ര. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മ്യൂസിക് സ്കൂൾ തുടങ്ങാൻ പോകുന്നത് ദുബായിൽ. അപ്പോൾ വിപിന് വരാൻ പഠിക്കാം. ഓക്കെ, അത് ശരി. അപ്പോൾ നമ്മുടെ ഒരു മ്യൂസിക് ഞാൻ അന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മളിപ്പോൾ 2025 മ്യൂസീഷ്യൻസിന് ഞാൻ പറയുന്നത്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിംഗേഴ്സ് ആവട്ടെ, മ്യൂസീഷ്യൻസ് ആവട്ടെ, നമ്മുടെ മ്യൂസിക് പഠിപ്പിക്കുന്ന അച്ഛനമ്മമാരാവട്ടെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെ വിട്ട് പഠിപ്പിക്കണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ദുബായിൽ അങ്ങനെ സ്ഥലമില്ല. സോ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് 2025 ഒരു മ്യൂസിക് സ്റ്റുഡൻറ്റ് വന്നാൽ അവരെ എങ്ങനെ പഠിപ്പിക്കാം, അവരെന്തൊക്കെ ടെക്നോളജി പഠിപ്പിക്കണം, ഉൾപ്പെടുന്ന സാങ്കേതിക വിദ്യകളായിട്ടുണ്ട്, അതൊക്കെ നമ്മുടെ കുട്ടികളിലേക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളൊരു സൗണ്ട് തന്നെ ക്ലോൺ ചെയ്തിട്ട് എല്ലാം എന്തൊക്കെ പോസിബിലിറ്റി, മൾട്ടിപ്പിൾ പോസിബിലിറ്റീസാണ്. ആ പോസിബിലിറ്റീസിനെ എക്സ്പ്ലോർ ചെയ്യണതാണ് എൻ്റെ കോഴ്സ്. ആക്ച്വലി ഞാനിപ്പോൾ കർണാട്ടിക് ബേസ്ഡ് ആണ് പഠിപ്പിക്കുന്നത്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കോഴ്സും അത് തന്നെയാണ്. കുറച്ച് ഇപ്പം വിപിൻ ഒരു നമ്മൾ അന്ന് പ്രേമില്ല പുള്ളിയുടെ പേര് പ്രണവ് പാടുമ്പോൾ പ്രണവിൻ്റെ എന്തൊക്കെ പ്രണവിന് പഠിക്കണം അത് ഞാനത് അനലൈസ് ചെയ്ത് അവന് വേണ്ടി ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുക, അയാൾക്ക് വേണ്ടിടത്തുള്ള ഈ പറഞ്ഞ ടെക്നിക്കലായിട്ടുള്ള സൈഡ് പഠിപ്പിക്കുക. മ്യൂസിക് ബിസിനസ് ഇപ്പോൾ എൻ്റെ മ്യൂസിക് ബിസിനസ് എല്ലാം ഞാനാണ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ആർട്ടിസ്റ്റായിട്ട് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്, അത് എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടും. ഇതൊക്കെ പഠിക്കണം. ആക്ച്വലി പഠിക്കാതെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, നമ്മളെ മിസ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മ്യൂസീഷ്യൻസ് എല്ലാം ആ കൃത്യമായി പഠിച്ച് നമുക്ക് കിട്ടാനുള്ളത്, അത് 1 രൂപയാണെങ്കിൽ 1 രൂപ, 1 ദിർഹമാണെങ്കിൽ 1 ദിർഹം, നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് തന്നെ കയ്യിൽ വരണം. അതിനൊരു കോഴ്സാണ് എൻ്റെ കോഴ്സ്. അപ്പോൾ അത് ഞാൻ വിപിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ദുബായ് ഫ്രണ്ട്സ് അറിയട്ടെ. അതെ, ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ദുബായിൽ അദ്ദേഹം വലിയൊരു ഷോ കഴിഞ്ഞിട്ടാണ് തോന്നിയിരിക്കുന്നത് കേട്ടോ. അതായത് ഞാൻ കണ്ടിരുന്നു അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വൻ സക്സസ് ആയിരുന്നു. അതെ, അടിപൊളി, നിറഞ്ഞ സദസ്സിലെ ഷോ. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഞാൻ ആക്ച്വലി എൻ്റെ പാട്ടുകൾ തുടങ്ങുന്ന സമയം 2000 ബാലഭാസ്കർ എന്ന് പറഞ്ഞ മഹാപ്രതിഭയുടെ കൂടെയാണ്. അതിൽ ഞാൻ ഇന്നലെ സംസാരിച്ചു എൻ്റെ ഫ്രണ്ട്, ഞങ്ങൾ ചിലപ്പോൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ 4 കാലിൽ വീഴുന്ന പൂച്ചയായി മാറും. അതെന്ത് ചെറിയ സെറ്റപ്പ് ആണെങ്കിലും വലിയ സെറ്റപ്പ് ആണെങ്കിലും അതൊരു ഭാഗ്യമാണ്. ഒരു ബീയിങ് ആൻ ആർട്ടിസ്റ്റ്, നമുക്ക് ഒരു സ്ഥലത്ത് നമ്മുടെ ഫോക്കസ് ഇരിക്കുന്ന ഒരു 1000 പേര് അല്ലെങ്കിൽ ഒരു 500 പേര് കണ്ടിരുന്നു. അവിടെ വലിയൊരു അദ്ദേഹത്തിൻ്റെ പേര് ബാലുശ്ശേരനുണ്ടായത്. അപ്പം നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പം ഒരു ലൈവ് പാടുമ്പോൾ അതിനകത്ത് വേറെ ഒരു സെറ്റപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് അത് കള്ളത്തരങ്ങളൊന്നുമില്ല. നമ്മളുടെ എക്സ്പീരിയൻസും നമ്മൾ സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ ചിലപ്പം ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ വേറെ കൈൻഡ് ഓഫ് പ്ലേലിസ്റ്റ് പാടേണ്ടി വരും. ചില ആൾക്കാർ സജസ്റ്റ് ചെയ്യണ പാടേണ്ടി. അപ്പോൾ അതൊരു ഫണ്ണായിട്ടുള്ള വളരെ നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. ഒരു ഓഡിയൻസിലേക്ക് നമ്മളൊരു എനർജി എറിയുന്നു, അവർ തിരിച്ച് തരുന്ന എനർജിയിലാണ് ഇത് പോകുന്നത്. അപ്പോൾ ഞാൻ പറയുമ്പോൾ എൻറ്റയർലി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 25 years ഓഫ് ജേണിയാണ് എൻ്റെ ലൈവിൽ. അപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസും നമ്മുടെ പാടാനുള്ള ആഗ്രഹവും നമ്മുടെ പാഷനും ഇതെല്ലാം കൂടെ ഒരു സ്റ്റേജിൽ ഒരു 2 മണിക്കൂർ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഭയങ്കര അതൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറയുന്നത് ആൾക്കാരുടെ സ്നേഹം കിട്ടുന്നു, അപ്രീസിയേഷൻ വരുന്നു, ആൾക്കാർ അതിനകത്ത് റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ആസ് എ മ്യൂസീഷ്യൻ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ മ്യൂസീഷ്യൻസിൻ്റെ ഒരു ഡ്രീമാണ് അങ്ങനത്തെ ഒരു ഉറപ്പായിട്ടും. അതെ. ഞാൻ പറയുമ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇപ്പം ചെറിയ ബാൻഡുകളിൽ ട്രിവാൻഡ്രത്താണ്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ആഗ്രഹം ഒരു ഗാനമേളയിൽ പാടണം. അവിടെ നിന്ന് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ഷോയുടെ പേര് ഇഷാൻ ദേവ് ലൈവ് എന്നായിരുന്നു, ID ലൈവ് എന്നാണ്. അപ്പം എൻ്റെ പേരിലൊരു ഷോ കണ്ടക്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ആസ് എ മ്യൂസീഷ്യൻ, ആസ് എ ഒരു സാധാരണക്കാരൻ നിലവിൽ എനിക്ക് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റായിട്ട് തോന്നാറുണ്ട്. അത് ഭാഗ്യമാണ്. അത് ഒരു തരത്തിലത് ഭയങ്കര ഒരു ബ്ലെസ്സിങ്ങും ഭാഗ്യമായിട്ട്
ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി കാണുന്ന കാര്യങ്ങളാണ്. ഇനി ഒരുപാട് ഷോകൾ അതെ അതെ, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അപ്പോൾ അതിന് നമ്മുടെ ആഡ്സിക് ഇവൻസിന് ഒരു ഭാഗമാകാൻ പറ്റട്ടെ. ഞാൻ അതും പെട്ടെന്ന് പറയണം. നിങ്ങളുടെ ആഡ്സിക് ഇവൻസ് ആഡ്സിക് ഇവൻസിൻ്റെ നമ്മുടെ പുതിയ ഷോ ഞങ്ങളും ഒരുമിച്ച് വരുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ. അതെ. അപ്പോൾ ഇഷാൻ ബ്രോൻ്റെ ജേണിയിൽ ബാലുചേട്ടന് വലിയൊരു പാർട്ടുണ്ടല്ലേ? അതുകൊണ്ട് വലുതല്ല, നമ്മുടെ എൻറ്റയർ ലൈഫിനകത്ത് ബാലുചേട്ടനൊരു മ്യൂസിക് ജേണിയല്ല ആക്ച്വലി. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾക്കിതൊരു വേ ഓഫ് ലൈഫാണ്. വേ ഓഫ് ലൈഫിനകത്ത് നമുക്ക് ഫ്രണ്ട്സ് വരണമല്ലേ. അപ്പോൾ അതിനകത്ത് ആ ഫ്രണ്ട്സ് ചിലപ്പം ഇപ്പം ഞാൻ നാളൊരു ഷോ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് വിപിനും അതിനകത്ത് ഒരു ചിലപ്പം ഇപ്പം നമ്മൾ ഈ ഇവൻസിൻ്റെ ഇതിനകത്തൊരു ഭാഗമാകും. ഉറപ്പായിട്ടും ആ ജേണിയിൽ വിപിനും ആടാവും എന്നുള്ളതാണ്. അല്ലാതൊരു പ്രൊഫഷണൽ ഡീലല്ല. ഇപ്പം ഉറപ്പായിട്ട് വിപിൻ എന്നെ പ്രൊഫഷണലായിട്ടല്ല ഡീൽ ചെയ്തത്. നമ്മൾ ഫ്രണ്ട്ഷിപ്പിനകത്ത് നിന്ന് സഹായിച്ചേട്ടാ നമുക്കൊരു പ്രോഗ്രാം ചെയ്യാന്നുള്ള ലെവൽ അല്ലേ, അത് ഒരിക്കലും ഒരു പ്രൊഫഷണൽ ഡീലല്ല. സെയിം തന്നെയാണ്. ബാലഭാസ്കർ എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ സീനിയറായിട്ട് പഠിക്കുന്നു, ഞാൻ ആ കോളേജിൽ പഠിക്കാൻ പോകുന്നു, നമ്മളൊന്ന് ടീം ഉണ്ടാക്കുന്നു, നമ്മൾ എൻറ്റയർലി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ, ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടിന്യൂ ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റുന്നു. കോളേജിനകത്ത് ബാൻഡ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 വർഷത്തോളം വിൻ ചെയ്ത ടീമൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ബാൻഡ് തുടങ്ങുന്നു. കൺഫ്യൂഷൻ എന്നാണ് പേര്. കേരളത്തിലെ ഫസ്റ്റ് ബോയ് ബാൻഡ് കൺഫ്യൂഷനാണ്. മറക്കണ്ട, കൺഫ്യൂഷൻ കേട്ടോ, കോൺസെൻട്രേറ്റഡ് ഇൻ ഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ആ ബാൻഡിലൊരു ഭാഗമാകാൻ പറ്റുന്ന ഒരു വലിയ ഭാഗ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ ബോയ് ബാൻഡാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് അയാൾ ആ സമയത്ത് ചിന്തിച്ചെന്നുള്ളതാണ് ബാലുചേട്ടൻ. അപ്പോൾ അത് ഗ്രേറ്റ് തിങ് ആണ്. അപ്പോൾ അതിനകത്തൊരു ഭാഗമാകാൻ പറ്റുന്നു. അപ്പോൾ ഡ്രീംസ് നമ്മൾ ചെയ്തു തുടങ്ങും, ഒരു പാട്ട് പാടണം ഇതൊക്കെ. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു എന്താ പറയുക, ആസ് എ മ്യൂസീഷ്യൻ നമ്മൾ ഒരുപാട് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തി എന്ന മ്യൂസീഷ്യനായിട്ട് ബാലുചേട്ടൻ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ എന്താ പറയാൻ പഠിക്കാനും അല്ലെങ്കിൽ ഒരു കാര്യം അച്ചീവ് ചെയ്യാനും അതൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ബാലുചേട്ടൻ ഇത് ചെയ്യുന്നു, ബാലുചേട്ടൻ അത് ചെയ്യുന്നു, നമ്മളത് കണ്ട് പഠിക്കുകയാണ് ചെയ്യണം. അതിൻ്റെ പുറകെ പോകണം. പക്ഷെ നമ്മൾ അദ്ദേഹം എടുക്കുന്ന 1000 മണിക്കൂർ പ്രാക്ടീസ് നമ്മൾ ചിലപ്പം 5 മണിക്കൂറേ ചെയ്യുള്ളൂ. അതാണ് ബാലുവിന് നമ്മൾ തമ്മിൽ വ്യത്യാസം. നമുക്ക് 5 മണിക്കൂർ ചെയ്യാൻ പറ്റും. അതോ ആ ഒരു സമയം തൊട്ട് അതാണ് ഈ വയലിൻ എന്നുള്ള ഇൻസ്ട്രുമെന്റ് നമുക്ക് ഏറ്റവും കൂടുതൽ പിച്ച് സെൻസ് ഭയങ്കരമായിട്ട് വേണ്ട ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വായിക്കാൻ ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് വേണം എല്ലാ ഇൻസ്ട്രുമെന്റും ഒന്ന് തട്ടിയൊക്കെ നോക്കും. വയലിൻ മാത്രം വയലിൻ്റെ ഒരു പരിപാടി നടക്കൂല. പിച്ച് അത് നമ്മൾ കേട്ട് അല്ല. ബാലുണ്ണ ഒരു പ്രത്യേക ഒരു പരിപാടിയാണ്. അതിനകത്ത് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഒരു ഡിവൈൻ ടച്ചാണ് ബാലുണ്ണൻ്റെ ഫിംഗേഴ്സ്. അത് ആണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ ഒരു പാട്ട് അങ്ങനെ സോൾഫുള്ളായിട്ട് പാടുന്ന പാട്ടുകൾ ആ പാടുമ്പോൾ ഞാൻ അർത്ഥതലം നോക്കും. അതിനകത്തോട്ട് എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ എനിക്കതെങ്ങനെ ഫീൽ ചെയ്യും, അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടാണ് പാടാറുള്ളത്. ബാലുചേട്ടൻ വായിക്കുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യും. ഒരു പാട്ട് ഉയരെ വായിക്കുമ്പോഴോ കണ്ണാളനെ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്പിയ വായിക്കുമ്പോഴോ നമുക്ക് ആ പാട്ട് അതുപോലെ നമുക്ക് ഹൃദയത്തിലോട്ട്. ബാലുവിൻ്റെ പ്ലേയിങ് പോലെ ആരുമില്ല എനിക്ക് തോന്നുന്നു കേരളത്തിൽ. ആരും അങ്ങനെ വായിക്കണ ഒരാൾ നമ്മുടെ മനസ്സിൽ ഇല്ലില്ല. നോബഡി വിൽ കം. തീർച്ചയായിട്ടും. പിന്നെ അത് എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപറ്റി ഓർക്കുമ്പോഴും നമുക്ക് ആ സമയത്ത് എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. ബാലുചേട്ടൻ മരിച്ചതിലൊന്നുമില്ല. ആ പുള്ളി ഓർക്കുമ്പോൾ ഉള്ള വിഷമങ്ങൾ എനിക്കില്ല. കാരണം ബാലുവണ്ണ ഇല്ല എന്നുള്ളൊരു സത്യം ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ബാലുചേട്ടൻ സിയർ, ബാലുചേട്ടൻ പഠിക്കുന്ന തമാശകൾ, ബാലുചേട്ടൻ പറയുന്ന മോട്ടിവേഷൻസ്, അതൊക്കെ ഇങ്ങനെ എൻറ്റർലി എപ്പോൾ ഞങ്ങൾ എപ്പോഴും ഫ്രണ്ട്സ് കൂടിയാലും അത് മാത്രമേ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ. ബാലുവണ്ണൻ്റെ തമാശകൾ, ബാലുവണ്ണൻ പറഞ്ഞ കാര്യങ്ങൾ, ഇത് പറയാനേ ഉള്ളൂ നേരം. ഞങ്ങൾ ഒരു തമാശ നമ്മളിവിടെ ഫ്രണ്ട്സ് ഇരിക്കുമ്പോൾ കൂടെ ഇരുന്ന് തമാശ അടിക്കുമല്ലോ. അല്ല, അവരൊരു വിറ്റ് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു വിറ്റുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് ബാലുവണ്ണൻ പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് 5 വിറ്റ് പറയേണ്ടി വരും നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ ഒരാളാണ് ബാലുവണ്ണൻ. അപ്പോൾ എനിക്ക് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ബാലുചേട്ടൻ്റെ സ്വപ്നം കണ്ട് പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ബാലുചേട്ടനെ കാണുമ്പോഴൊക്കെ ചിരിച്ചുകൊണ്ടാണ് കാണുന്നത് പുള്ളിയെ. ഞാൻ സ്വപ്നം കാണുമ്പോഴൊക്കെ ബാലുചേട്ടൻ ഭയങ്കര ചിരിയാണ്. പക്ഷേ മേ ബി ഒരു മ്യൂസിക് ലെജൻഡ് അല്ല, അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിലൂടെ അദ്ദേഹം എപ്പോഴും ജീവിക്കുന്നു. ബാലുചേട്ടൻ അത് ഉറപ്പായിട്ട് എക്സിസ്റ്റ് ചെയ്യും. നമ്മളിപ്പം ആര് മറന്നാലും നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതൊരു നമ്മുടെ അന്ത്യം വരെയും ബാലുചേട്ടൻ ഉണ്ടാവും. എന്നാലും ആ ഒരു ന്യൂസൊക്കെ നമുക്കൊന്ന് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് കൂടുതൽ അദ്ദേഹത്തിന് അറിയില്ലെങ്കിലും മ്യൂസിക്കിലൂടെ മാത്രമേ നമുക്ക് അദ്ദേഹത്തെ പേഴ്സണലായിട്ട് അറിയില്ല. അപ്പോൾ ഇഷാൻ ബ്രോയ്ക്ക് പേഴ്സണലായിട്ടും അറിയാം, മ്യൂസിക്കിലൂടെ അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു വേദന വേറെ തന്നെയാണ്. അത് ഞാൻ പറയാം, നമുക്കൊരിക്കലും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് 19 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ മരിച്ചത്. 18 ആ ടൈമിലാണ്. അപ്പോൾ അത് ആ വിഷമത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു 5-6 ഇയേഴ്സ് എടുത്തിട്ടുണ്ട് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ. ഇപ്പം ഞാൻ ആലോചിക്കുമ്പം ഈ ബാലുചേട്ടൻ പോയതിന് ശേഷം നമ്മൾ ആ ഒരു ഇത് അക്സെപ്റ്റ് ചെയ്യണതല്ല, നമ്മൾ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം നമ്മുടെ ലൈഫ് ആഫ്റ്റർ ആൻഡ് ബിഫോർ എന്നാണ്. ബിഫോർ ആൻഡ് ആഫ്റ്ററാണ് ബാലുചേട്ടൻ്റെ
വിയോഗത്തിന് ശേഷം ഉള്ള ലൈഫും മുന്നേ ഉള്ള ലൈഫും എന്നുള്ളൊരു കാലഘട്ടമായി മാറി എൻ്റെ ലൈഫ്. ആക്ച്വലി അങ്ങനെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഇന്നത്തെ പോലത്തെ ടെക്നോളജി അഡ്വാൻസ്ഡ് ഒന്നും ഇല്ലാത്തൊരു സമയത്താണ് അദ്ദേഹം ഇത്രയും വലിയൊരു രീതിയിൽ. വാലുണ്ണ വേറൊരു സംഭവമാണ്. എനിക്കത് നമ്മൾ അത് 10 പോഡ്കാസ്റ്റ് വേറെ ചെയ്യേണ്ടി വരും. വാലുണ്ണൻ ഒരു എന്താ പറയുക, നമുക്ക് ലെജൻഡെന്നൊക്കെ പറയണതിന് മേലോട്ടൊരു സാധനമായിരുന്നു സത്യം പറഞ്ഞു. അത് നമുക്ക് ഇന്ത്യയിൽ, ഞാൻ പറയുമ്പോൾ ഇന്ത്യയിലെ സംഗീത ഒരു മേഖലയ്ക്കൊരു ലോസാണ് ബാലുച്ചേട്ടൻ. കേരളത്തിൻ്റെ അല്ല പ്രോഡക്റ്റ്, അത് കേരളത്തിൻ്റെ പ്രോഡക്റ്റേ അല്ല, ഇന്ത്യയുടെ പ്രോഡക്റ്റാണ്. പിന്നെ ഇഷാൻ ബ്രോൻ്റെ ഫിലിം ആയിട്ടുള്ള ഇപ്പോൾ ചിന്താമണി കൊലക്കേസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഫിലിംസിൽ മ്യൂസിക് ചെയ്യാൻ പറ്റും. അതിനെ പറ്റി എക്സ്പീരിയൻസ്? ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് പടം ചെയ്യുന്നത് ടൈഗർ എന്ന സിനിമ, ടൈഗർ 2005 അപ്പോൾ അതിനകത്തൊരു ടൈറ്റിൽ ട്രാക്കാണ്. അപ്പോൾ അത് എന്നിലേക്ക് വന്നത് കാരണം ഡോൺ മാക്സ് ആണ്. ഡോൺ ഒരു പടത്തിൽ ജോയിൻ ചെയ്യുന്നു, എൻ്റെ അടുത്ത് പറഞ്ഞൊരു പാട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ കാശൊന്നുമില്ല പ്രൊഡക്ഷൻ ചെയ്യാൻ. അപ്പം ഡോൺ ഒരു 3000 രൂപ തന്നേക്ക് അന്നത്തെ കാലത്ത്. അത് കൊണ്ടുപോയി ഞങ്ങൾ സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് ഒരു പാട്ടൊക്കെ ചെയ്ത് അത് ടി വിയിലിടാൻ വേണ്ടിയിട്ടാണ് ആ പാട്ട് ചെയ്തത്. ടി വിയിൽ പ്രൊമോ ആയിട്ട് കട്ട് ചെയ്തു. ഡോൺ മാക്സിൻ്റെ എഡിറ്റ് അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. ആ എഡിറ്റ് കണ്ട് ഷാജി കൈലാസ് സാർ പറഞ്ഞു ഇത് നമുക്ക് ടി വി പ്രൊമോഷനല്ല സിനിമയിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചുളിവിന് മ്യൂസിക് ഡയറക്ടറായ ആളാണ്. ചുളിവെന്നല്ല, നമ്മുടെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ ഒരിക്കലും ചാൻസ് ചോദിച്ചു പോയിട്ടില്ല, ഞാൻ മ്യൂസിക് ഡയറക്ടർ ആവണമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ആ സമയത്ത് അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ പിന്നെ ഞാനൊരു സിംഗറായിട്ട് എക്സിസ്റ്റ് ചെയ്ത ആളാണ്. മ്യൂസിക് ഡയറക്ടർ ആവണോ, സിംഗറായി നിന്നാൽ മതിയോ, നമുക്ക് ജീവിക്കണ്ടേ? ആ സമയത്ത് എക്സിസ്റ്റൻസ് വലിയൊരു ഘടകമാണ്. ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നമ്മൾ വരുന്ന ഭയങ്കര ഡിലമയാണത്. ഞാൻ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യണോ? അപ്പോൾ ഞാൻ മ്യൂസിക് ഡയറക്ഷനോട്ട് തിരിഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എന്തൊക്കെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആവണം. അപ്പോൾ അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. പിന്നെ അതിനുശേഷം വന്ന പടമാണ് ചിന്താമണി കൊലക്കേസ്. അപ്പോൾ അതിനകത്തും ആ പ്രൊഡക്ഷനൊക്കെ ഞാൻ ചെയ്തതാണ്. എൻ്റെ ആ ചിന്താമണിയുടെ ഫസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ബേസിക് ആ പ്രോഗ്രാമിംഗ് ഒക്കെ ഞാൻ ചെയ്തു. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഒരു ടെക്നിക്കൽ സ്കില്ല് വളരാൻ വേണ്ടിയിട്ട് എന്നെ ഈ മ്യൂസിക് ഡയറക്ഷനിലോട്ട് തിരിഞ്ഞത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാധവ മഹാദേവ. അതെ, മാധവ മഹാദേവ. സഭാപതിക്കു വേറു ദൈവം സമാനമാകുമാതില്ലൈ, സഭാപതിക്കു വേറു ദൈവം സമാനമാകുമാ. മാധവ മഹാദേവ. അത് ഭയങ്കര അന്നത്തെ കാലത്തൊക്കെ വൻ ഹൈപ്പ്. അന്നത്തെ കാലത്ത് മാത്രമല്ല പിന്നെ ഇന്നത്തെ കാലത്ത്. ഈ ഇടയ്ക്ക് എനിക്ക് നമ്മുടെ ഒരു റീല് വിപിനെൻ്റെ ഇൻസ്റ്റ കാണുന്നുണ്ട്. അപ്പം അതിനകത്ത് ഈ ടൈഗറിൻ്റെത്, ചിന്താമണി കൊലക്കേസ്, ഡോണിൻ്റെ ഒക്കെ ടൈറ്റിൽ സോങ് ഇട്ടിട്ട് ഒരു ഇത് ആര് ചെയ്തതെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു ഇത് അന്തകാലത്ത് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു ആൾക്കാരത് ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ ഞാനത് ഇത് പറഞ്ഞല്ല, ആൾക്കാരത് ഓർക്കുന്നുണ്ട്. അതുപോലെ ഈ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ അതും അല്ലല്ല, എനിക്ക് ടൈറ്റിൽ സോങ്സ് ആണ് രാജാമണി സാറാണ് എൻ്റെ ഓൾമോസ്റ്റ്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ത്രില്ലർ മൂവി അറിയാമല്ലോ. ത്രില്ലർ മൂവി ഭയങ്കര സംഭവം. അതെ അതെ, ഉറപ്പായിട്ടും. പിന്നെ ഞാൻ ചെയ്ത നമ്മുടെ കേരളത്തിൻ്റെ കേരള കഫേ, അല്ലല്ല കേരള കഫേ എന്ന് പറഞ്ഞ സിനിമ അറിയാം. അതിനകത്തൊരു ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. നന്മയുള്ള ലോകമേ പറയും. നന്മയുള്ള ലോകം എന്ന് പറയുന്നത് നമ്മുടെ കേരളം ഫുള്ള് നമ്മൾ കൊറോണ ടൈമിൽ നന്മയുള്ള ലോകമേ കേൾക്കാത്ത ഒരു റീല് പോലെയാണ്. അത്രയും ട്രെൻഡിങ് ആയിരുന്നു അല്ല. അതിൻ്റെ കഥ എന്താണ്? അത് ഞാൻ ഗവൺമെന്റ് ആയിട്ട് തന്നെ അതല്ല അതൊരു TV ചാനലിനോട് ചെയ്ത പാട്ടാണ്. അതിനുശേഷം ഏറ്റെടുത്തു. അത് ആരോഗ്യമന്ത്രി ഷെയർ ചെയ്തു. അതിനുശേഷം നമ്മുടെ പ്രധാന മുഖ്യമന്ത്രി ഷെയർ ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് ആ പാട്ട് അത് കൊറോണയ്ക്കെല്ലാം വൈറലായി. പിന്നെ ഞാൻ പറഞ്ഞത് പല ഷോകളിലും, മലയാളത്തിൻ്റെ പല ഷോകളിലും ഒരു ഭാഗമായി. മലയാളി എന്ന രീതിയിൽ നമുക്ക് കേൾക്കുമ്പോൾ സ്വയം ഒരു അഭിമാനം തോന്നുന്ന ഒരു സംഭവമാണ്. അതൊരാ നേരത്തെ പറഞ്ഞത് നമുക്കൊരു എൻ്റെ നമുക്ക് മാതൃഭാഷയോടും കേരളത്തിനോടും ഒരു കടപ്പാടുണ്ട് നമ്മൾ. അപ്പം ആ മലയാളത്തിൻ്റെ ഫീൽ എസൻസ് ഉള്ളൊരു പാട്ട് ചെയ്യാന്നുണ്ട് പണ്ടത്തെ ഡ്രീമായത്. അത് തൊട്ട് മുമ്പ് മറ്റേ ശ്യാമസുന്ദര അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്പിരിറ്റ് എടുക്കുന്ന ഒരു പാട്ട് കുറവാണ് നമ്മുടെ മലയാളത്തിൽ. ഇപ്പം വന്ദേ മാതരം പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലുള്ളൊരു പാട്ട് വളരെ കുറവാണ്. അപ്പം ഞാൻ നോക്കിയപ്പം അങ്ങനത്തെ ഒരു ഫീലൊരു പാട്ട് അടിച്ചാലോ എന്ന് പറഞ്ഞാൽ അതാണ് ഇൻസ്പിറേഷൻ. അപ്പോൾ ഒരു വരി കിട്ടുമ്പം നമ്മളതേപോലെ മരണമാർന്നിടും നാളിലും മലയാളമൊന്നായി നിന്നിടും, പാറിടും ശലഭമായി മാറിടും പുതുലോകമായി, നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക, കരളുടഞ്ഞ് വീഴുകില്ലിത്, കരളുറപ്പുള്ള
കേരളം. അടിപൊളി. ആ ഒരു ഫീല് ഭയങ്കര കേൾക്കുമ്പോൾ നമുക്ക് ആസ് എ മലയാളി നമുക്കും പ്രൗഡാണ്. അങ്ങനെ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി ഒരു പാട്ടിനും കൂടി സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങനത്തെ നമ്മുടെ നാഷണൽ ഇതുപോലെ. അതെ, ഉറപ്പായിട്ടും. അത് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഫീല് കിട്ടാൻ വേണ്ടി ഒരു സോങ് ചെയ്യാറില്ല. ഒരു 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 ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കും, ചില പാട്ടുകളൊക്കെ പാടിക്കൂടെന്ന് ചോദിക്കും. ഇന്ന പാട്ട് പാടി അടിപൊളിയായിരിക്കും, ഒരു പാട്ട് ഇത്രയും 100 മില്യൺ വ്യൂസ് ഉണ്ടല്ലോ, അത് പാടിയിട്ടാൽ ഭയങ്കര വ്യൂസ് കിട്ടുമല്ലോ എന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിലും നമ്മളുമായിട്ട് കണക്റ്റ് ആവാതെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ട്രെൻഡിൻ്റെ ഒപ്പം അങ്ങനെ പോകാൻ പറ്റൂല. ആക്ച്വലി നമുക്ക് നമ്മൾ പാടിയാൽ ആ പാട്ട് നമ്മൾ ഫ്രണ്ട്സ് പോലെയാണ്. ഇപ്പോൾ വിപിന് ഞാനോട്ട് കമ്പനി ആവണ പോലെയാണ്. വേറൊരാൾ വന്നിരിക്കുന്ന ചിലപ്പോൾ വിപിനെ പോലെ ഞാൻ കമ്പനി ആവണമെന്നില്ല. പാട്ടും അങ്ങനെയാണ്. പാട്ട് നമ്മളിലേക്ക് വന്ന് ചേർന്ന് ഇമോഷണൽ കണക്ഷൻ വരണം. നമ്മൾ പാടുമ്പോൾ നമ്മുടെ മ്യൂസിക്കാലിറ്റിയായിട്ട് അത് ടച്ച് ചെയ്ത് പോകണം, മാച്ച് ചെയ്യണം. സെലക്ഷൻ ഒരു ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ചില ഫ്രണ്ട്സുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകാൻ പറ്റും, ചിലർ നമ്മൾ ഹായ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിടാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള പാട്ടുകളാണ് നേരത്തെ പറഞ്ഞത്. അപ്പം ജോജി ചേട്ടനായിട്ട് പാടിയൊരു ഒരു ഷോ കാണുമ്പോൾ അതെ, അത് ഭയങ്കര വൈറലായിട്ടുണ്ട്. അതെ അതെ, പുള്ളി അദ്ദേഹം പാടുകയും ചെയ്തു അല്ലേ? ബാക്കി പാട്ട് പ്രാന്തനാണ് ആക്ച്വലി. പുള്ളി ആ ബാക്കി ഭാഗം മൈക്ക് കൊടുത്തപ്പോൾ ആള് സൗണ്ട് അടിപൊളി. അടിപൊളി സൗണ്ട്, അടിപൊളി, നന്നായിട്ട് പാടും, നന്നായിട്ട് ആസ്വദിക്കും. എന്തു പറയാൻ, നന്നായിട്ട് കലാകാരന്മാരെ അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പോൾ അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്, ബ്ലെസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. ബിക്കോസ് അയാൾ പറയുന്ന കാര്യങ്ങളും മ്യൂസിക്കിനകത്ത് എടുക്കുന്ന എഫർട്ടൊക്കെ ഭയങ്കര വലുതാണ്. നമ്മളൊരു ഇപ്പം ഞാൻ ഒരു ജോഷൻ്റെ ഒരു പടം ചെയ്തിരുന്നു, പുലിമട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യുമ്പോഴാണ് അയാളുടെ ഒരു മ്യൂസിക് സ്കില്ലും എന്തോരം വിഷൻ പുള്ളിക്കുണ്ടെന്നൊക്കെ മനസ്സിലാവണം. അതൊരു അടിപൊളി കൃഷിയാണ്. ഇപ്പം ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു യുവാവ് നാട്ടിൽ നിന്ന് അവർക്ക് ഇങ്ങനെ മ്യൂസിക് ഡയറക്ടർ ആവണം, അല്ലെങ്കിൽ മ്യൂസിക് അവരുടെ പാഷൻ അല്ലാതെ പ്രൊഫഷൻ ആക്കണം എന്നുള്ളവരുണ്ടാവുമല്ലോ. അവരുടെ മൈൻഡിലുള്ള പല ചിന്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിലേക്കുള്ള അതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് എന്താ അഡ്വൈസ് കൊടുക്കാനുള്ളത്? അഡ്വൈസ് ആക്ച്വലി ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ, മ്യൂസീഷ്യൻഷിപ്പിന് കുറുക്ക് വഴികളില്ല. ഇല്ല, നമ്മളിങ്ങനെ വളഞ്ഞ വഴി പിടിച്ചിട്ട് ഒരു മ്യൂസിക് ഡയറക്ടർ ആവാമെന്നോ വളഞ്ഞ വഴി കൂടെ ഒരു പാട്ടുകാരനാണെന്ന് വെച്ചാൽ നടക്കില്ല. നമ്മൾ ഇരുന്ന് തന്നെ പഠിക്കുകയും കൃത്യമായ കഠിനാധ്വാനം വേണം, നമ്മൾ പാഷനോട് പഠിക്കണം, നമ്മളതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യണം, പേഷ്യൻസ് വേണം, ഗുരുത്വം വേണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗുരുവിനെ വിശ്വസിക്കുകയാണല്ലേ ചെയ്യണേ. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പാട്ട് പഠിക്കാമെന്ന് വെച്ചോളൂ, എന്നെ വിശ്വസിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. അല്ലെങ്കിൽ ഞാനൊരു ഗുരുവിൻ്റെ അടുത്ത് പഠിക്കും, ഗുരു പാടുന്നത് അത് കൃത്യമായിട്ട് ഗുരു പറയും. അപ്പുറത്തൊരു കുഴി കിടപ്പുണ്ട് അവിടെ ചാടരുതെന്നേ പറയുള്ളല്ലേ, നമ്മൾ ഒരിക്കലും കുഴി ചാടിക്കില്ലല്ലോ. അപ്പോൾ വിശ്വസിക്കുകയും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യാം. അതിൽ 3 കാര്യങ്ങളാണ്. 1 പ്രാക്ടീസ്, 2 പ്രാക്ടീസ്, 3 പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അത്രേ ഉള്ളൂ. പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ യേശുദാസ് ആണെങ്കിലും എത്ര വലിയ നമ്മൾ പഠിക്കുന്ന ലെജൻസ് എല്ലാം അവർ കൃത്യമായി പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യണതാണ്. അപ്പോൾ എന്ത് കലാരൂപമാണെങ്കിലും, അത് എഴുത്താവട്ടെ, ഈ പറഞ്ഞ പോലെ ഭരതനാട്യമാവട്ടെ, വോട്ടെവർ ഒരു ആർട്ട് ഫോം എന്താണെങ്കിലും എഴുതുമ്പോൾ കൃത്യമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും വായനയും പിന്നെ എഴുത്തിനുള്ള അനുഭവങ്ങളും അല്ലേ, അനുഭവമാണ് പാട്ട്, അനുഭവമാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന നല്ല അനുഭവങ്ങളും നല്ല മ്യൂസിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസും പഠനവും അത് മറിച്ച് പഠിക്കുകയും നമ്മൾ ഒരു അറിവായി മാറി അത് നമ്മൾ ഇംപ്ലിമെൻ്റായി നമ്മുടെ മ്യൂസിക്കായിട്ട് പുറത്ത് വരുമ്പോഴാണ് നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഹാവ് ടു വെയിറ്റ് ആൻഡ് പ്രാക്ടീസ്, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ യൂട്യൂബിൽ കണ്ടിട്ടുള്ളൊരു പാട്ട് നമ്മുടെ കാതിൽ തേന്മഴയായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ഓഡിയൻസ് പാടാതെ പോകണമെങ്കിൽ കമൻ്റ് അടിക്കും. അപ്പോൾ അതൊന്ന് ഒഴുകുന്ന താഴമ്പൂ മണമിതു നാമെന്നും പറയാതെയോർത്തിടും അനുരാഗാനം പോലെ ഒരുക്കുന്നു കൂടുന്നിതാ, ഒരുക്കുന്നു കൂടുന്നിതാ മലർക്കൊമ്പിലേതോ കുയിൽ കടൽ പെറ്റൊരേ മുത്തു ഞാനെടുക്കും കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ മധുരമായി പാടും മണി ശംഖുക്കളായി കാതിൽ തേൻ മഴയായി, കാതിൽ തേൻ മഴയായി, കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ.
അടിപൊളി. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കാതിൽ ആ പാട്ട് അങ്ങനത്തെ ഒരു പാട്ടല്ലേ, ഭയങ്കര നമ്മൾ പാടുമ്പോഴും ഭയങ്കര സന്തോഷവും സുഖവും കിട്ടുന്ന പാട്ടാണ്. ഇപ്പോഴും ഒരുപാട് ആളുകൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ അതെ, ഒറിജിനൽ ട്രാക്കിനേക്കാളും എനിക്ക് തോന്നുന്നു. അങ്ങനെയൊന്നും പറയരുത്, എൻ്റെ ഒരു വേർഷൻ എന്ന് പറയാൻ പറ്റും. കവർ എന്ന് ഉദ്ദേശിക്കണം എന്താ പറയുക, നമ്മൾ ബേസിക്കലി കവറിനെ കുറിച്ചൊരു മിഥ്യാധാരണയുണ്ട്, അത് മാറ്റാം. കവർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബുക്ക് വായിച്ചിട്ട് വേറൊരാളത്തൊരു കഥ പറയൂലേ, നമ്മളിപ്പോൾ വിപിൻ വായിക്കുന്ന ഒരു ബുക്ക് എൻറ്റയർലി ഈ സ്ഥലത്ത് പോയപ്പോൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു, അന്ന് രാഘവൻ എന്നോട് പറഞ്ഞു എന്നല്ലല്ലോ പറയണേ ചേട്ടാ, ആ രാഘവൻ അവിടെ പോയപ്പം അവിടെ ഒരു പ്രേതം നിന്നു, അത് കണ്ടു എന്നാണ് ആ ബുക്കിൽ എഴുതിക്കുന്നത് നമ്മൾ പറയൂലേ. അതുപോലെ ശൈലി നമ്മുടെ ശൈലി പ്രസൻറ്റ് ചെയ്യണ രീതിയാണ്, നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാണ്. അയാളുടെ ഒരു രചനയെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് വേറൊരാളിലേക്ക് പറയുന്ന രീതിയാണ്. അപ്പം ഞാനും പറയണത് നമ്മുടെ കവർ എന്ന് പറയുമ്പോൾ ഒരു സോങ്ങിൻ്റെ എൻറ്റയർ ഫീല് നമ്മുടെ ഫീലിൽ, നമ്മുടെ ഇൻ്റർപ്രിട്ടേഷനിൽ സംഗീതത്തോടു കൂടി എൻ്റെ മ്യൂസിക്കാലിറ്റി, ഞാൻ പഠിച്ചതും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള മ്യൂസിക്കാലിറ്റിയിലൂടെ പറയുന്ന പ്രോസസ്സിൻ്റെ പേരാണ് പാട്ട്. അതെ, കവർ ഇതാണ്. അല്ലാതെ ചുമ്മാ ഒരു പാട്ടെടുത്തിട്ട് സ്പീഡ് കുറച്ച് അൺപ്ലഗ്ഡ് എല്ലാം സെയിമാണ്. അത് അല്ലാതെ ഒരു പാട്ടെടുക്കുകയും അതിന് വളരെ മന്ദാരച്ചെപ്പുണ്ടത് പാടുന്നതല്ല, ആ സെയിം ടെമ്പോ തന്നെ. ഇപ്പോൾ കാലത്തിന് വരുമ്പോൾ സെയിം ടെമ്പോ വേണം. അപ്പം ഒരു ഗിറ്റാർ വെച്ചിട്ട് ഒരു പിയാനോ വെച്ച് പാടിയാൽ അത് കവറല്ല ആക്ച്വലി. നമ്മളൊരു മ്യൂസിക്കാലിറ്റിയിൽ അതിനെ ബാക്ക് ചെയ്യണം, അതിനെ നന്നായിട്ട് പ്രസൻറ്റ്, അതിൻ്റെ അർത്ഥതലം അറിഞ്ഞ് പാടുകയും അത് പ്രസൻറ്റ് ചെയ്യാൻ ഭംഗി കളയാതെ നോക്കാം. നമ്മളിപ്പം ഞാൻ പറയണ ഫോർ എക്സാമ്പിൾ കാതിൽ തെന്മഴ തന്നെ എടുക്കാം. കാതിൽ തെന്മഴയ്ക്ക് ഇപ്പം ഞാൻ പാടുന്നത് ഇപ്പം കാതിൽ തെന്മഴയായി പാടു കാറ്റേ കടലെ, കടൽക്കാറ്റിൻ്റെ മുത്തങ്ങളിട്ട് കരൾക്കുള്ള താരോ നിപ്പുണ്ടല്ലോ, അയാൾക്ക് വേണ്ടിയിട്ടാണ് പാടാൻ പറയുന്നത്. അപ്പം ഞാൻ പറയണത്, ഞാൻ വിപിൻ്റെ അടുത്ത് പറയാം, ആ വിപിൻ ഒന്നും പാടിക്കൊടുക്കൂ എന്ന് പറയുമ്പോൾ ഒരു റിക്വസ്റ്റ് വേണ്ടേ. അപ്പം ഞാനത് വിപിൻ പാടിക്കൊടുക്ക്, എൻ്റെ ആളവിടെ നിൽപ്പുണ്ട് എന്ന് പറയാൻ പറ്റുമോ? കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ എന്ന് പാടുമ്പോൾ പാട്ട് കേൾക്കാനൊക്കെ കൊള്ളാം. പക്ഷെ അതിനകത്തൊരു സ്വീറ്റ്നെസ് വരണമെങ്കിൽ ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യണം, ആദ്യം റിക്വസ്റ്റ് ചെയ്യണം. കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ എന്ന് പറയുന്ന റിക്വസ്റ്റ് ഫീൽ വേണം. ഭാവം അല്ല അഹംഭാവം പാടില്ല. അടുത്ത് കടൽക്കാറ്റിൻ്റെ മുത്തങ്ങളേറ്റ് കടൽക്കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ ആരോ നിൽക്കുമ്പോൾ അത് പറഞ്ഞാൽ മതി. വീണ്ടും റിക്വസ്റ്റ് ചെയ്യണ്ടേ, മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ തേൻ മഴ എന്ന് ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്ത് തന്നെ പാടണം. അപ്പോഴാണ് അത് കവർ സോങ് ആവും. അപ്പോഴേ നമ്മൾ ചെയ്യുന്ന വേ ഓഫ് പ്രസൻറ്റേഷനും ആ കവറും അൺപ്ലഗ്ഡ് ഒക്കെ ആവുള്ളൂ. അതർവൈസ് അത് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്താണ് പാടേണ്ടത്. ഒരു പാട്ട് അതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതി വ്യത്യസ്തമല്ലേ. അപ്പം വിപിൻ വളരെ പൊളൈറ്റായിട്ടാണ് സംസാരിക്കാറ്, ഞാനും പൊളൈറ്റ്നെസ് കീപ്പ് ചെയ്യുന്ന ആളാണ്. വിപിൻ അത് ചെയ്യാമോ എന്ന് ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ വിപിൻ അത് ചെയ്യൂ എന്ന് ഞാൻ പറയൂല. ആ വേ ഓഫ് ടോക്ക് പോലെയാണ് സംഗീതവും. നമ്മൾ പാടുന്നതും പ്രസൻറ്റ് ചെയ്യണതൊക്കെ നമ്മുടെ സ്വഭാവമാണ് നമ്മൾ പാടേണ്ടത്. നമ്മൾ എന്താണ് പറയുന്നത് അതുപോലെ പാട്ടിൽ കേൾക്കണം. ആ സ്വീറ്റ്നെസ് അല്ലെങ്കിൽ നമ്മളെ ഗുരുവിന് മനസ്സിലാവും, നീ എൻ്റെ പാട്ടിൽ നീ ഇല്ലല്ലോ എന്ന് അയാൾ പറയും. ഒരു ആത്മാവ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ തന്നെയാണ് പാട്ട്. ഓക്കെ. അപ്പോൾ ഇഷാൻ ബ്രോക്ക് ലൈഫിൻ്റെ ഒരു ഘട്ടത്തിൽ തോന്നിയിട്ടുള്ള, അതായത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഉറപ്പുണ്ടാവില്ല മ്യൂസിക് തന്നെയാണ് എൻ്റെ പ്രൊഫഷൻ അങ്ങനെ ഒരു തോന്നലുണ്ടാവില്ല. ആ ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് തോന്നി മ്യൂസിക്കാണ് എൻ്റെ ലൈഫ് എന്ന് തോന്നിയ പോയിന്റ് ഏതാണ്? എനിക്ക് തോന്നുന്നു ഞാൻ 1ാം ക്ലാസ് തൊട്ട് അങ്ങനെ ആയിരുന്നു. അതെ, അതായത് അച്ഛൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ 1ാം ക്ലാസ് തൊട്ട് സ്കൂളിലെ പാട്ടുകാരനായിരുന്നു. പാട്ടുകാരൻ ഷാൻ എന്നാണ് എന്നെ അറിയപ്പെട്ടിരുന്നത്. അപ്പം എനിക്കതൊരു പുതുമയുള്ള വേർഡല്ല ആക്ച്വലി, ഞാൻ പാട്ടുകാരനാണെന്നുള്ളത്. അപ്പം ഇത് ഞാനും പറഞ്ഞത്, കോമ്പറ്റീഷൻസ്, വീട്ടിൽ പാടൽ, പഠിക്കാൻ പോക്ക്, കച്ചേരി കേൾക്കാൻ പോക്ക്, ഇതൊക്കെയായിരുന്നു എൻ്റെ ലൈഫ്. അപ്പോൾ എനിക്കതൊരു അതങ്ങനെ പ്രത്യേകിച്ച് എന്നെ ആക്കേണ്ടതായിട്ടൊന്നുമില്ല. ഞാനൊരു എക്കോ സിസ്റ്റത്തിനകത്താണ്. എൻ്റെ എക്കോ സിസ്റ്റം ഫുൾ, എൻ്റെ ഫ്രണ്ട്ഷിപ്പ്, ഞാൻ തിരിഞ്ഞും മറിഞ്ഞു പോണ എല്ലാ സ്ഥലങ്ങളെല്ലാം മ്യൂസിക്കാണ്. നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർ വന്നിട്ട് പറയില്ലേ ഫ്രീ പീരീഡ് ഉള്ള സമയത്ത് എന്നെ ഒരു ക്ലാസ്സിൽ നിന്ന് വേറെ ക്ലാസ്സിലോട്ട് കൊണ്ടുപോയിരുന്നു പാടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഗേൾസും ബോയ്സും ഉണ്ട്. ഗേൾസിൽ പ്രോഗ്രാം എൻ്റെ ബോയ്സിൽ നിന്ന് എന്നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകും പാടാൻ വേണ്ടിയിട്ട്. ഞാൻ മിമിക്രി കാണിക്കുമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയം. എൻ്റെ ഫ്രണ്ട് സനിൽകുമാർ എന്ന് പറഞ്ഞിട്ട്, അവനാണ് ഈ കാളി വിഷയത്തിനെ പഠിപ്പിച്ചത്. അപ്പം ഞാനും അവനും കൂടെ പോകും, ഞങ്ങൾ മിമിക്രി കാണിക്കും, അപ്പുറത്ത് പോയി പാട്ട് പാടും. വേറെ ക്ലാസ് ടീച്ചറിലേക്ക് ഞങ്ങൾ രണ്ടും കൂടെ എടുത്തുകൊണ്ട് പോകും, ഞാൻ പാട്ട് പാടും, ആ മിമിക്രി കാണിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കൊരു പെർഫോമൻസ് ഒരുപാട് മത്സരങ്ങൾ, സ്കൂൾ കോമ്പറ്റീഷൻസ്, കോളേജ്. അപ്പോൾ ഇതൊരു എന്താ പറയുക, അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കിതൊരു പുതിയ കാര്യമോ എനിക്ക് ചെയ്തെടുക്കാനുള്ളൊരു സാധനമല്ല. അത്
നാച്ചുറലി എൻ്റെ ഒരു എക്കോ സിസ്റ്റത്തിനകത്ത് അതിനൊക്കെ നമ്മളൊരു അങ്ങനെ ഒരു സംഗീത ഒരു ഇതുള്ളൊരു ഇഷ്ടമുള്ള അത്രയും പാഷനോടെ സംഗീതത്തെ കാണുന്ന ഒരു വീട്ടിൽ ജനിക്കാൻ പറ്റി. എൻ്റെ അച്ഛൻ അത്തരത്തിൽ പാഷനുള്ളതാണ്. സ്റ്റിൽ ഹീസ് എന്താണ് ലേണിംഗ്, പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു അന്ന് പറഞ്ഞിരുന്നു അത് ഓഡിയൻസോട് പറഞ്ഞു കൊടുക്കാനെങ്കിൽ എന്താണ് അതായത് അന്ന് അച്ഛൻ എന്തോ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ 73 വയസ്സിലെ ആൾ പഠിക്കും, പിന്നെ ഞാൻ നമ്മളെ ഈ 40s പഠിക്കണ്ടേ, അത് മോശമല്ലേ. അത് തന്നെ ഡെയിലി ഞാനും ഡെയിലി എൻ്റെ സ്റ്റുഡിയോയിൽ പോവും. എനിക്ക് വർക്ക് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ സ്റ്റുഡിയോയിൽ പോവും, അവിടെ സ്പെൻഡ് ചെയ്യും. ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്, പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ അത് പഠിക്കാറുണ്ട്, സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പം എൻ്റെ ഒരു എൻറ്റയർ ഒരു ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് പോകണം. അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയൊരു കാര്യമായിട്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് എനിക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ അത് ഞാൻ ജനിച്ചപ്പോഴേ സ്റ്റാർട്ടായി. ഓക്കെ. അപ്പോൾ കർണാട്ടിക് മാറി വെസ്റ്റേൺ കൂടി പഠിക്കണം എന്നൊരു തോന്നൽ വന്നപ്പോഴായിരുന്നു നമുക്ക് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഒരു ഭാഷ മനസ്സിലാക്കും പോലെയാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലൊരു കാര്യം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, അപ്പം അല്ലെങ്കിൽ മലയാളത്തിലൊരു കാര്യം മനസ്സിലാക്കും. എനിക്ക് തമിഴ് അറിയാം, തമിഴ് കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഹിന്ദി എനിക്കറിയാം, അത്യാവശ്യം ഗസൽസ് കേൾക്കും. ഇതെല്ലാം നമ്മൾ ഓരോ വികാരമാണല്ലോ, ഓരോരോ ഭാഷയിൽ ഓരോ വികാരം എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ വെസ്റ്റേണായിട്ടൊരു ആ മ്യൂസിക്കിനെ അപ്രോച്ച് ചെയ്താലും സെയിം തന്നെയാണ്. എൻറ്റയർലി നമ്മൾ പല ഭാഷയിൽ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതുപോലെ പല ഭാഷയിൽ. അതെ അതെ. രാജാ സാർ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഏതാണ് അൾട്ടിമേറ്റ് മ്യൂസിക് എന്ന് ആരോട് ചോദിച്ചത് സമയത്ത് അങ്ങനെയില്ല. കർണാട്ടിക് ഉണ്ട്, വെസ്റ്റേൺ ഉണ്ട്, ജാസ് മ്യൂസിക് ഉണ്ട്, പുതിയ പുതിയ ഫോംസ് ഉണ്ട്. ഇപ്പം ഡബ് സ്റ്റെപ്പ്, R&B, അങ്ങനെ എൻറ്റയർലി എത്രയോ സ്റ്റൈൽസ് ഉണ്ട്. മ്യൂസിക്കൽ അറബിക് മ്യൂസിക് ഉണ്ട്. അപ്പോൾ ഇത് ഏതാണ് നല്ല മ്യൂസിക്, ഏതാണ് ബെസ്റ്റ്, അങ്ങനെ ഒരു ബെസ്റ്റ് ഇല്ല. എല്ലാം നല്ല മ്യൂസിക്കാണ്, എല്ലാം ബെസ്റ്റ് ഉണ്ട്. പക്ഷേ ഇപ്പം വിപിന് കുറേ കാര്യങ്ങൾ അറിയാം, അത് വിപിൻ്റെ മ്യൂസിക്. എനിക്ക് കുറേ കാര്യങ്ങൾ ഇതെൻ്റെ മ്യൂസിക്, അങ്ങനെയുള്ളൂ. എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, അതായത് എൻ്റെ ഇത് വെച്ചിട്ട് ഇപ്പം നമുക്ക് ഇപ്പോൾ സരിഗമ പദനിസ, CDEFGABC, ഇത് കീബോർഡ് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇത് തന്നെയാണല്ലോ അതെന്നുള്ള തോന്നൽ വരുന്നത്. രണ്ട് ഈക്വലാണ്. അതെ. അപ്പോൾ വെസ്റ്റേൺ ആണെങ്കിലും കർണാട്ടിക് ആണെങ്കിലും ഏത് മ്യൂസിക് നമ്മൾ ആപ്ലിക്കേഷൻ മാത്രമേ വ്യത്യാസം വരുള്ളൂ. നമ്മൾ ആപ്ലിക്കേഷൻ്റെ വ്യത്യാസങ്ങളാണ്. ഒരു ഇപ്പോൾ CDF എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ സരിഗമ എന്ന് പറയണതും അതൊരു സംഗീത ഫോമുകളിൽ ഇപ്പം ഹിന്ദുസ്ഥാനി പാടുമ്പം വ്യത്യാസപ്പെടുത്തി പാടും. ഇപ്പോൾ സരിഗ പദ സദാ ബഗരി സദ സ ഇന്ന് ഹിന്ദുസ്ഥാനി അങ്ങനെ ലൈറ്റായിട്ട് പാടുമ്പോൾ നമ്മൾ പാടുമ്പോൾ ഇത് രണ്ടും ഒന്നാണ്. പക്ഷേ ആപ്ലിക്കേഷന് വ്യത്യാസം കൊണ്ട് മാറും. അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ കേൾക്കുമ്പോൾ നമ്മൾ ഇപ്പം എന്താണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ലയണൽ റിച്ചിയുടെ പാട്ട് തന്നെ I've been alone with you inside my mind. Sometimes feel at 1,000 times. അങ്ങനെ പാടുമ്പോൾ അതിനകത്തുള്ള ആപ്ലിക്കേഷൻസിലാണ് മ്യൂസിക്കിൻ്റെ വ്യത്യാസമുള്ളത്. അത് നമ്മൾ ആ തരത്തിൽ മനസ്സിലാക്കുമ്പോൾ, ആ തരത്തിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് വെസ്റ്റേണും ഈസ്റ്റേണും ഹിന്ദുസ്ഥാനിയും ജാസ് മ്യൂസിക് അറബിയാക്കി മക്കിട്ട് മാറും എന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞ മാതിരി എല്ലാം ഒന്ന് തന്നെയാണ്. ആപ്ലിക്കേഷൻസ് വ്യത്യാസം. പക്ഷേ ഉറപ്പായിട്ട് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പം നമ്മുടെ നിറങ്ങൾ വ്യത്യാസമുള്ളതുപോലെ, മനുഷ്യരിൽ നിറങ്ങൾ വ്യത്യാസമുള്ളതുപോലെ എല്ലാവരും ഒരു മനുഷ്യകുലം മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്, ജാതി ഉണ്ടെന്ന് പറയുന്നു, മതം ഉണ്ടെന്ന് പറയുന്നു എന്നൊക്കെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണുന്ന പോലെയാണ്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഒരു ആഫ്രിക്കയിൽ ജീവിക്കുന്ന ഒരു കാലാവസ്ഥയിൽ ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ അങ്ങനെ, മറ്റേ യൂറോപ്യൻ കൺട്രീസ് ജീവിക്കുന്ന ആൾക്കാർ അങ്ങനെ, ഇന്ത്യൻ ടെറിട്ടറി ഏഷ്യയിൽ ജീവിക്കുന്ന ആൾക്കാർ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ കൾച്ചറും മ്യൂസിക്കിനെ അഫക്റ്റ് ചെയ്യും ഉറപ്പായിട്ടും. ഓരോരോ എൻറ്റയർലി ആ കൾച്ചറുകളിൽ ആൾക്കാർ അങ്ങനെ എന്ന് പറഞ്ഞതുപോലെ ഓരോരോ കൾച്ചറിലും ഓരോരോ മ്യൂസിക്കും ഓരോരോ സ്റ്റൈൽസും എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ തന്നെയാണ് മനുഷ്യരുടെ കാലം നമ്മൾ ഈ പറഞ്ഞ ജോണേഴ്സും മനസ്സിലാക്കുന്നതാണല്ലോ. ഇപ്പം പക്ഷേ എനിക്ക് മനസ്സിലായി, ഏതൊരു ആളുകൾക്ക് ഏതൊരു കൾച്ചറിനും മ്യൂസിക് എന്നുള്ള സംഭവം ഉണ്ട്. മ്യൂസിക് ഇല്ലാത്ത ഒരു കൾച്ചർ ഇല്ല എന്നാണ് എൻ്റെ ഒരു മ്യൂസിക്. നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഇപ്പോൾ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, ആരൊക്കെ പറയും ഇത് മ്യൂസിക്, ഇപ്പം മ്യൂസിക് ഹറാം എന്ന് പറയണത്, മ്യൂസിക് കൊള്ളത്തില്ല, മ്യൂസിക് കൊള്ളില്ല എന്ന് പറയുന്ന ആൾക്കാർ പോലും സംസാരിക്കുമ്പോൾ ഇത് പറയേണ്ടി വരും. ഇതെല്ലാം നോട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയേണ്ടി വരും, മ്യൂസിക് അതല്ല എന്ന് പറയുന്ന ആൾക്കാർ എന്ത് പറയേണ്ടി വരും. ഇപ്പം ഒരു നോട്ടീസ് സംസാരിക്കും, എന്തുണ്ട് വിപിൻ സുഖമല്ലേ,
ഞാനിപ്പോൾ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും അപ്പോൾ ഉണ്ടോ? robotic voice റോബോട്ടിക് സിംഗിൾ വോയിസിൽ സംസാരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൽ പോലും സംഗീതമുണ്ട്. അത് വലിയൊരു ഇതാട്ടോ ഇൻഫർമേഷനാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, ഇപ്പം പല മൂഡിലുള്ള മ്യൂസിക് ഉണ്ട്. ഇപ്പം ഞാൻ ഗിത്താർ ഇങ്ങനെ സ്ട്രം ചെയ്യുമ്പോൾ, എനിക്ക് മ്യൂസിക് കൂടുതൽ പഠിച്ചിട്ടില്ലെങ്കിലും ഗിത്താർ സ്ട്രം ചെയ്യുമ്പോൾ ചിലപ്പോൾ പോസിറ്റീവ് നോട്ട്സ് ഉണ്ടാവും. ഈ മേജറൊക്കെ ഈ മൈനർ എന്നുള്ള നോട്ട്സൊക്കെ നമുക്കൊരു സാഡ് ഫീൽ വരും. അപ്പോൾ ഞാൻ അങ്ങനെ ഇതെന്താണ്, നമ്മൾക്ക് പോസിറ്റീവായിട്ടുള്ള ചെയ്യുമ്പോൾ കേൾക്കുമ്പോൾ ഒരു പ്ലസൻറ്റ് മൂഡ് വരും മനസ്സിൽ. നെഗറ്റീവ് അല്ല ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാട്ടോ, മ്യൂസിക് ലാംഗ്വേജ് അല്ല. ഞാൻ ഈ മൈനറൊക്കെ എടുക്കുമ്പോൾ ഒരു സാഡ് ടോൺ വരും. അപ്പോൾ അതെങ്ങനെയാണ് സംഗീതത്തിൻ്റെ ആ ഒരു അല്ല, അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ മനുഷ്യൻ്റെ എന്തിനാണ് മ്യൂസിക് ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യണത്? മനുഷ്യൻ്റെ മൈൻഡ് ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാനും ഇരിക്കുന്ന ഈ അവസ്ഥ. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പാട്ട് പാടുമ്പോൾ ഓൺ ദ സ്പോട്ട് ഈ എൻ്റെ മൂഡ് മാറും. ഫോർ എക്സാമ്പിൾ, ഞാൻ തമ്പുരു ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മ്യൂസിക്കിൻ്റെ ഒരു സംഭവം പറഞ്ഞത്. അപ്പോൾ നമ്മൾ എല്ലാവരും പാട്ട് കേൾക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷൻ മാറണമെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു കഥ പറഞ്ഞു. ഒരു രണ്ടുപേർ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. അവർ തമ്മിൽ പിരിഞ്ഞുപോയി, എന്തോ കാര്യത്തിൽ മിസ്റ്റേക്കിൽ പിരിഞ്ഞു പോയ ആൾക്കാരാണ്. പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ചെയ്യുന്നുണ്ട്. ഒന്ന് സംസാരിക്കാൻ പോലും, ഒന്ന് മിണ്ടാനൊരു പ്രയാസം അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ അവർക്ക് അവരുടെ ഒരു വിഷമം പറയാൻ ഒരു കവിതയോ ഒരു പ്രണയമോ ഉള്ള 4 വരി എൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞാൽ, അവർക്ക് വേണ്ടി ആ മിസ് ചെയ്യുന്ന 2 പ്രണയത്തിന് വേണ്ടി എൻ വാക്കുകൾ വാടി വീണ പൂക്കളായി മൂകസന്ധ്യയിൽ അന്യനായി മാറി ഞാൻ, കൂടണഞ്ഞു കതിരു കാണാക്കിളി, എവിടെയോ മാഞ്ഞുപോയി സാന്ത്വനങ്ങൾ, നീ കാണുമോ തേങ്ങുമെന്നുൾക്കടൽ, സഖി നീ അറിയുമോ വിങ്ങുമീ ഗദ്ഗതം, എവിടെയെന്നാലും ഓർമ്മ വന്നെൻ മിഴി നനഞ്ഞു, മിണ്ടുവാൻ കൊതിയുമായൻ കരൾ പിടഞ്ഞു. നമ്മൾ ആ കഥയിലോട്ട് പോയില്ലേ? അതാണ് മ്യൂസിക്കിന്റെ ഗുണം. നമ്മൾ ഇരിക്കുന്ന അവസ്ഥ മാറ്റും. പാട്ടിയതാ. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസിനെ തൊടും. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന അവസ്ഥയെ മാറ്റുന്ന പ്രോസസ്സിൻ്റെ പേരാണ് മ്യൂസിക്. മ്യൂസിക്കിൻ്റെ ധർമ്മം അത് തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ അവസാനിച്ചില്ല, മൈനർ മേജർ. അപ്പം അത് ശരിക്കും മ്യൂസിക്കാലിറ്റിയാണ്. നമ്മൾ സംഗീതത്തെ മനസ്സിലാക്കുന്ന ഇപ്പം സരി ഗ മ പദ നി സ നി ദ പ മ ഗ രി സ നി ദ ധനി ഗ രേ ര എന്ന് പാടിയാൽ ഒരു ഭയങ്കര ഒരു എന്തോ റൊമാൻറ്റിക്കായ ഒരു മിസ്സിങ് ഫീലുള്ളൊരു രാഗമാണ് ഇത്. എന്നൊക്കെ പാടിയാൽ നമുക്കൊരു ഭയങ്കര ഒരു എന്തോ ഒരു മിസ്സിങ് ഫീൽ പറഞ്ഞ. ഇപ്പം സരി ഗ മ പദ നി സ ട ന ന ന ന ന ന എന്ന് പാടിയാൽ കുറച്ച് പ്ലസൻറ്റ് ഫീൽ ആവുന്നു. ന ന ന ന ന ന ന ന ത തരര ഡരര ടര തരര ടര ടരര ന ന ന ന ന ഡ എന്ന് പാടിയാൽ എന്തോ ഒരു പ്ലസൻറ്റ് ഫീൽ കിട്ടും. അപ്പം രാഗത്തിൻ്റെ അതാണ്. നമ്മൾ ഓരോ നോട്ടുകൾക്കും ജീവനുണ്ട്, ആ സ്പേസിങ്ങിലുണ്ട്. നമ്മളിപ്പം അടുത്തടുത്തിരുന്നാൽ ആ ഇമോഷൻ എന്താണെന്നറിയാലോ. നമ്മൾ അടുത്തടുത്തിരുന്നാൽ ഭയങ്കര ഇൻറ്റിമേറ്റ് എന്നും, കുറച്ച് ദൂരത്തിരുന്നാൽ അതാണ് വിവാദിയും വാദിസ്വരങ്ങളും. അല്ല എന്നുവെച്ചാൽ ചേരുന്ന സ്വരങ്ങളും ചേരാത്ത സ്വരങ്ങളും അടുത്തിരിക്കും തോറും ട്രിപ്പിൾ ചെയ്യുന്നതാണ് ഇതിനകത്ത്. സ്വരങ്ങൾ ദൂരം ഇപ്പോൾ സ പ സ ഭയങ്കര ക്ലോസ് ആയിട്ട് ദൂരേക്കാണ് ക്ലോസ് ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക്. അപ്പം നമ്മുടെ സ്വരങ്ങൾ തമ്മിൽ എന്തൊക്കെ കോമ്പിനേഷനിൽ ചേർന്നാൽ രാഗങ്ങളുണ്ടാവും, ആ രാഗങ്ങളുടെ ഫീൽ എന്താണ്, ഇതേത് ടൈമിൽ പാടാം, അതൊക്കെ പ്രതിപാദിക്കുന്ന സംഗീത ശാഖയാണ് നമ്മുടെ ഈ പറഞ്ഞ കർണാട്ടിക് ആണെങ്കിലും വെസ്റ്റ് ആണെങ്കിലും നമ്മുടെ ഈസ്റ്റ് കർണാടകയിലെ രാഗങ്ങൾ പോലെ വെസ്റ്റ് ആണെങ്കിലും എല്ലായിടത്തും ഉണ്ട്. മോഡ്സ് ഉണ്ട്. മോഡ്സ് എന്നാണ് പറയുന്നത്. ഓരോ സ്കെയിൽസ്, അത് ഏത് മോഡിലാണ് പ്ലേ ചെയ്യേണ്ടത്, അത് ഏത് ടൈമിൽ, അതൊക്കെ
ഒക്കെ വെസ്റ്റേണിലും ഈസ്റ്റേണിലും എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മ്യൂസിക് പഠിക്കണം. ഇപ്പം മൈനർ വരുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നുന്നു, മേജർ അപ്പം എന്തൊക്കെയാണ് ഫീല് മാറ്റേണ്ടത്. ഇപ്പം സരിഗദാനി സനിദ ഗരി സനിദ സ എന്തെങ്കിലും തോന്നിയോ? ഗരി സരി ഗരി സരി ഗരി സദ സഗരി ഗ ഗ ഗ ഗ ബ ഗ ഗദ ഗരി സരി ഗദ ഗദ നി സനി ദ ഗരി സനി ദ നി ഗരി ഗ ഗരി ദ സ. ഇത് പാടിയ ചുണ്ടു കൂട്ടുമുറ്റില്ല, കണ്ടായിരുന്നോ? സരി ഗ മ എന്ന് പാടിയ കൂട്ടുമുട്ടും, പ എന്ന് പറഞ്ഞാലും കൂട്ടുമുട്ടും. അപ്പം ഗ മായും പായും കട്ടിയായിട്ടുള്ള രാഗമാണ്. ഇതിൻ്റെ പേര് നിരോഷ്ട എന്നാണ്. സരിഗദാനി സനിത ഗാരി സനിത നിസ, മായില്ല പായില്ല, നിരോഷ്ട, ഓഷ്ടങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാത്തത്. രാജരാജരാധിതേ നാദ നിദേ ശാരദേ രാജ്. ആ എൻ്റെ കൃതി ചുണ്ടു കൂട്ടിമുട്ടൂല. രാജരാജരാധിതേ നാദനിദേ ശാരദേ, അത് ബാലമുരളി കൃഷ്ണ സാറിൻ്റെ ഒരു കോമ്പറ്റീഷനാണ്. അപ്പോൾ നമ്മളിത് പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മ്യൂസിക്കാലിറ്റി, ഇതെന്ത് എന്ത് 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 ഭാവത്തിലാണ് വരുന്നത്. അപ്പം എന്നൊക്കെ ഇപ്പോൾ ഇത് ഭയങ്കര ഒരു എന്താ പറയുക, എൻ്റെ ഇപ്പോൾ കർണരഞ്ജിനി എന്നൊരു രാഗമുണ്ട്, കർണരഞ്ജിനി. ധരണ തരണന വാഞ്ചത്തോനുന്ന വകലുതൽപ്പവേ അംബ വാഞ്ചത്തോനുന്ന. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്ത് രസം എടുത്തു തോന്നും. അതുപോലെ രാഗങ്ങൾക്ക് തന്നെ ഭയങ്കര ഭാവം, ആ സ്വരങ്ങളുടെ ഒരു സ്വരങ്ങളുടെ തമ്മിൽ ചേർച്ചയും ആ സ്വരങ്ങൾ തമ്മിലുള്ള അകലത്തിന് ആ ഫ്രീക്വൻസീസ് നമുക്ക് നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ ചെവിയിലൂടെ ബ്രെയിനിലോട്ട് പോയി അത് പ്രോസസ്സ് ചെയ്യണ ആ എൻറ്റയർ പരിപാടിയാണത്. അപ്പം അത് മഹാരഥന്മാരത് ചെയ്തു വെച്ചിട്ടുള്ള സാധനങ്ങളുണ്ട്. നമുക്ക് അത് വെച്ച് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു പാട്ട് ഇപ്പോൾ ഇരവിൽ വരുകിற തിരുടൻ പോലവേ ഇതയം നുഴന്തതേ കാതൽ മനം കളവ് പോനതാൽ കാലിയാകി പോനേൻ. എനിക്കത് ചെയ്യണമെങ്കിൽ എനിക്ക് രാഗം അറിയാമെങ്കിൽ ഈസിയാണ്. ദാദ നീസ നിസ പാസ നീസ, ആ സ്വരം എനിക്കറിയാൻ പറ്റും. ആ പൊസിഷനിൽ പസനീസ എന്ന് പറയുമ്പോൾ ശരി ആ വലിയ നീയാണ്, അപ്പോൾ ഹംസധ്വനിയുടെ ഒരു ഫീല് കിട്ടും, അത്രയും പോർഷൻ. അപ്പം പസനീസ പകാരെ നീ പസനീസ പമകനീ പമാരീനീസ. അപ്പം അടുത്ത് മാ വന്നാൽ എന്ത് ആ ഒരു ഫീല് കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ രാഗങ്ങളെക്കുറിച്ച് അറിയണം. അടുത്തടുത്ത സ്വരങ്ങൾ വിവാദിയാവുമ്പോൾ എന്തൊക്കെ ഫീല് കൊണ്ടുവരാൻ പറ്റും, അതാണ് എൻ്റെ പ്രോസസ്സ്. പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഓക്കെ ഓക്കെ. ഇപ്പം ഞാൻ മ്യൂസിക്കാലിറ്റി. അതെ, ഞാൻ റീസെൻ്റ്ലി കേട്ടിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. അതായത് ഒരു സൈക്കോളജിക്കൽ സംഭവമാണ്. ഇപ്പം നമുക്ക് ഓരോ ഇപ്പോൾ സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ചിലർ സങ്കടം വരുമ്പോൾ സങ്കടത്തിൻ്റെ സന്തോഷിക്കുന്ന പാട്ട് കേൾക്കും, മൂഡ് മാറുന്നു. ഡിപ്പെൻസ് ആണ് അത്. ഞാനിപ്പോഴും പറയണം, നമ്മളിപ്പം മ്യൂസിക്കിൻ്റെ ഞാൻ എപ്പോഴും ഫ്രണ്ട്സിനെ കാണുമ്പം അവരുടെ പ്ലേലിസ്റ്റ് ചോദിക്കും, പ്ലേലിസ്റ്റ്. അപ്പം ഞാൻ നോക്കുമ്പം എൻറ്റയർലി എല്ലാവരും ഓരോരോ മെൻ്റൽ അവസ്ഥയിലുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. എൻ്റെ സാറ് പറയും പല എൻജിൻസാണ്, ഓരോ തലയും ഓരോ എൻജിനാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം വൈവിധ്യമുള്ള മനുഷ്യന്മാരായിട്ട് എല്ലാവരും യൂണീക്കാണ്. എന്നെ സംബന്ധിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സന്തോഷം വരുന്ന സങ്കടമുള്ള സമയത്താണെങ്കിൽ നമ്മൾ അതാണ് ഞാൻ അതിനെക്കുറിച്ചാണ് പറയണേ. നമ്മളെല്ലാവരും യൂണീക്ക് പേഴ്സൺസാണ്. ഈ റൂമിനകത്ത് ഇപ്പോൾ 6 പേരുണ്ടെങ്കിൽ 6 പേരും യൂണീക്ക് ആയിട്ടുള്ള തലയുള്ള ആൾക്കാരാണ്. നമ്മളുടെ ബ്രെയിൻ വയറിങ്ങും നമ്മൾ ഓൾറെഡി കേട്ട് വളർന്ന സംഗീതവും നമ്മൾ ഓൾറെഡി ഇഷ്ടമുള്ള നമ്മൾ കേട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള മ്യൂസിക്കാലിറ്റി വെച്ചിട്ട് നമുക്കൊരു പ്ലേലിസ്റ്റ് കാണും. വിപിൻ ഇപ്പോൾ ഇഷ്ടമുള്ളൊരു 5 പാട്ട് പറയണമെങ്കിൽ 6ാമത്തെ പാട്ട് എനിക്ക് പറയാൻ പറ്റും മ്യൂസിക് വെച്ചിട്ട്. എനിക്ക് ഏതൊക്കെ രാഗത്തിലുള്ള പാട്ടുകളാണ് വിപിൻ ഇഷ്ടം. വിപിൻ ഇഷ്ടം ഏതെങ്കിലും 2 ഇഷ്ടമുള്ള 2 പാട്ട് പറയും. ഇപ്പോൾ കാതിൽ തേൻ മഴ. ഓക്കെ, വേറെ പിന്നെ എനിക്ക് സംഗീതമേ മനസ്സിലായി. സംഗീതം വേറെ ഒരു പാട്ട് കൂടെ പറയും. സമയമിത വേറെ പ്രമോദവനം. ഞാൻ ഇഷ്ടമുള്ളൊരു പാട്ട് ഞാൻ പറയട്ടെ, വിപിന് ഇഷ്ടമുള്ളൊരു പാട്ട് ഞാൻ പഠിത്തട്ടെ. ദേവി ആത്മരാഗമേകം. ഇഷ്ടമുണ്ടോ? ഇഷ്ടമാണോ? ഇനി ഞാൻ ഇഷ്ടമുള്ള പാട്ട് പാടിത്തട്ടെ. ദേവാങ്കണങ്ങൾ കൈ. ഇഷ്ടമല്ലേ? ഇഷ്ടം. വേറെ പാട്ട് പാടട്ടെ. കായലിൻ പ്രഭാത ഗീതങ്ങൾ അല്ലേ? അതെ. അപ്പോൾ എനിക്ക് ഗസ് ചെയ്യാൻ പറ്റും. അത് രാഗങ്ങൾ വെച്ചിട്ടാണ്. ഓക്കെ ഓക്കെ. ആ ഒരു സെയിം രാഗങ്ങളുള്ള മൗനം സ്വരമായി. ഇഷ്ടമല്ലേ? ഫസ്റ്റ്. അപ്പോൾ ഇതാണ്. അപ്പം മേജർ പാട്ടുകളാണ് ഇപ്പോൾ പറഞ്ഞതിൽ. ഒരു പാട്ട് മാത്രം സംഗീതപരസാധനം മാത്രം. അപ്പം നമ്മൾ പറയണം. അപ്പം ഒരാളുടെ ഇഷ്ടം, അയാളുടെ ഒരു മ്യൂസിക്കാലിറ്റി വെച്ചിട്ട് ഓക്കെ നമുക്കത് പറയാൻ പറ്റും. ഇഷ്ടമുള്ള പ്ലേലിസ്റ്റോ അത് എന്തൊക്കെ രാഗങ്ങളാണ് ഇഷ്ടമുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഗസ് ചെയ്തിട്ട് പാട്ടുകൾ പാടാൻ പറ്റും.
അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യം പറയാം. അപ്പം ഞാനിങ്ങനെ മ്യൂസിക് നമുക്ക് യാതൊരു ബേസിക്കും നോളജും ഇല്ല, പഠിച്ചിട്ടുമില്ല. പക്ഷേ ഞാൻ ഗിത്താർ ഇങ്ങനെ വായിക്കും, അതും പഠിച്ചിട്ടല്ല, സ്ട്രം ചെയ്യും. അപ്പോൾ 2017 ഞാനിങ്ങനെ ചുമ്മാ സ്ട്രം ചെയ്തിട്ട് ഇങ്ങനെ ട്യൂണൊക്കെ ഉണ്ടാക്കി, ഇത് രാഗങ്ങളോ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല, അങ്ങനെ കുറച്ച് പാട്ട്. നിങ്ങൾ എന്ത് പാടിയിൽ രാഗത്തിനകത്തായിരിക്കും? അതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. നമ്മൾ ചുമ്മാ സ്ട്രം ചെയ്ത് പാട്ടുണ്ടാക്കുക. അന്നത്തെ ടൈമിൽ ഇൻ്റർനെറ്റ് ഇത്ര പോപ്പുലർ അല്ല, എത്ര ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അന്നും യൂട്യൂബിൽ നമ്മളൊരു ആൽബം ഉണ്ടാക്കിയിട്ടു, അത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു. ആ പാട്ട് ഏതൊന്നും പാടിക്കാൻ? അത് ചുമ്മാ പാടാം, അത് കുഴപ്പമില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള ഇത് ഉണ്ടാക്കി പാട്ടാ. അപ്പം എനിക്ക് പാട്ട് പറഞ്ഞിട്ട് പാടിക്കുന്നു, തെറ്റു പാട്ട്, ഞാൻ കാര്യം പറയാനാണത്. ഹൃദയത്തിൻ മണി വീണ തന്ത്രികൾ നീ മീട്ടിയില്ലേ, അകലും നിന്നോർമ്മകളിൽ വിടരുന്നീ സംഗീതം, എൻ ജീവനായി ജീവശ്വാസമായി ജീവൻ്റെ ജീവനായി. ആ ഒരു ടൗണിലെ പാട്ടാണ്. ബാക്കി എന്നോർമ്മയായി ഹൃദയരാഗമായി നീ വിട പറഞ്ഞു. ആ ഒരു അടുത്ത് അത്രേ ഉള്ളൂ. ബാക്കി ഇത്രേ ഉള്ളൂ. അനുപല്ലവി അനുപല്ലവി എന്നും നിൻ ചിരി കണ്ടാൽ തിങ്കൾ മാറി നിൽക്കുമോ ഹൃദയത്തിൻ പാട്. മണിവാതിൽ മെല്ലെ ചാരി നിൽക്കുമോ മിഴിയോരം മൊഴിയും എൻ മൊഴികൾ കാത്തു നിൽക്കുമോ അഴകേ നീ എന്നരികെ വാ. ഇതാണ് പാട്ട്. സരിഗ മകരി സനി ഇത്ര സരിഗ മപ മകരി സനി സരിഗ മപ. ഇതിപ്പോൾ നീ പാടിയ റൂട്ട് വെച്ചിട്ട് സരിഗ മകരി സനി അത്ര സ്വരങ്ങളേ ഉള്ളൂ. സരിഗ മപ മകരി സനി. ഇപ്പം പാടിയ സരിഗ 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 മപ മകരി സനി. ശങ്കര മീൻസ് മേജർ റൂട്ടാണ്. നീ പക്ഷെ അങ്ങോട്ട് ദായിലോട്ടൊന്നും ടച്ച് ചെയ്തിട്ടില്ല. എന്താ പറയുക, ശങ്കരാണെന്ന് പറയാൻ പറ്റൂല. ശങ്കരാഭരണത്തിൽ ഒരു ജന്യ രാഗമാണ് നീ ഇപ്പോൾ പാടിയത്. അപ്പം എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ഒരു മിനിറ്റ്. സരിഗമപ സരിഗമത സരിഗമപ. ഓക്കെ, ഒരു മിനിറ്റ്. അല്ലേ സൂണ്? സരിഗമ നിസനി മരിസ. ഇപ്പം നീ ഇപ്പോൾ പാടിയ പാട്ട് സരിഗമ ഗരി സന്നി സരിഗമ ഗരി സന്നി സരിഗമ നിസ സരിഗമ നിസനി മരിസ പാടിയില്ല. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാ വെച്ചോ. പത്ത് വർഷം കേട്ടോ, 10 വർഷം മുന്നേ. ഭയങ്കര ഇതായിരുന്നു. നേരത്തെ പറഞ്ഞ ഈ റൂട്ട് ആക്ച്വലി നമ്മളിപ്പം മ്യൂസിക് അറിയാതെ ചെയ്യുമ്പോഴും ഇതൊരു ശങ്കരാഭരണജന്യ രാഗമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം സരിഗമ പാധായില്ല. ഇങ്ങനല്ലേ പാട്ട്, ആ റൂട്ടാണ്. അപ്പം ഇത് നമുക്ക് ഇപ്പം വിപിൻ അറിയാതെ ചെയ്യുമ്പോഴും അതൊരു ശ്രുതിയിലാവുമ്പോൾ അതൊരു രാഗത്തിനകത്ത്. എനിക്ക് അന്ന് ഇപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നല്ല ഭയങ്കര ഇത് വന്നു, റെസ്പോൺസ് വന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ മ്യൂസിക് പഠിച്ചിട്ടില്ല, പക്ഷെ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, മ്യൂസിഷ്യൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇപ്പം ഞാൻ അത് പ്രൊസീഡ് ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല. നമ്മൾ അതുകൊണ്ടാണ് അത് മാറ്റിയത്. അല്ല, അത് കുഴപ്പമൊന്നുമില്ല, അതങ്ങനെയൊന്നും പ്രശ്നമില്ല. നല്ലതാണെങ്കിൽ ചെയ്യാമല്ലോ. അതുപോലെ ഫീല് പറയാനുള്ള ഒരു പാട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു ഡൗട്ടാണ് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. പിന്നെ ഞാൻ വേറെ റൂട്ടായി. പിന്നെ ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ അല്ല ഞാൻ പറഞ്ഞു, അത് നമ്മുടെ സെൽഫാണ്, സെൽഫ് ഡിസിഷൻസ് ആണ്. ഞാൻ ഒരിക്കലും അങ്ങനെ പാട്ട് പഠിച്ചാലേ പാടാവൂന്നൊന്നുമില്ല. പാട്ട് പാടുമ്പം നമ്മൾ എന്ത് പാടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. നമ്മൾക്കൊരു കവിത എഴുതണം. എനിക്ക് എഴുത്തറിയാമെങ്കിൽ കവിത എഴുതാൻ പറ്റൂ, അല്ലേ? അല്ലെങ്കിൽ പറയാനല്ലേ പറ്റൂ, അല്ലേ? നമുക്ക് പറയാം, എനിക്ക് എഴുതാൻ അറിയില്ല. സോ എഴുതാൻ പഠിച്ചാലേ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞ പോലെയാണ് പാട്ടിൻ്റെ ഒരു പ്രോസസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പാട്ട് രാഗം അറിയാതെ ചെയ്യുമ്പോഴും അത് ശങ്കരവർണ്ണത്തിൽ ജന്യമായിട്ടുള്ള, ഇപ്പോൾ ഈ സരിഗമ എനിക്ക് വേണമെങ്കിൽ നീ സരിഗമ നീ സദാ ഇല്ലാത്തൊരു രാഗമാണെങ്കിൽ വിലാസിനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. ഒരു രാഗത്തിനകത്ത് തന്നെ അത് പറയാൻ പറ്റും.
ഒരു മ്യൂസീഷ്യൻ ആകുമ്പോൾ നമുക്ക് അങ്ങനെ അത് ഇന്ന റൂട്ടിനകത്ത്. അപ്പം ഞാൻ പറയുമ്പോൾ വിപിൻ അത് അറിയാമായിരുന്നെങ്കിൽ വിപിൻ ഉറപ്പായിട്ടും ആ ധായിൽ ടച്ച് ചെയ്യായിരുന്നു. അറിയാത്തതുകൊണ്ടാണ് അത് ഡായി ടച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ശങ്കര മേജർ റൂട്ടിനകത്ത് ഒരു ഡായിക്കൊരു സനി തരാരി തരനന തരര നാന തരനനേ തരരീരി തനനന തന ദപ മഗരി സ എന്നൊരു ടച്ച് വയ്ക്കണമെങ്കിൽ കുറച്ചുകൂടെ വേറൊരു ഫീൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തത് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. അറിയുമ്പോൾ നമുക്കൊരു റൂട്ടിനകത്ത് ചെയ്യാൻ പറ്റും, ഒരു നോട്ട് കട്ട് ചെയ്ത് പാടാൻ പറ്റും. സരിഗരി സനി എന്ന് പാടാൻ സരിഗരി നീ എന്ന് പാടാൻ പറ്റും, നനനാന നീ. അപ്പോൾ വേറെ മൂഡ് കൊണ്ടുവരാൻ പറ്റും പാട്ടിനകത്ത്. അങ്ങനെയൊക്കെയാണത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി മ്യൂസിക് ഡ്രീം ചെയ്യാൻ ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറഞ്ഞൊരു അഡ്വൈസ് എന്താണ്? നിങ്ങൾ കൃത്യമായി പഠിക്കുക, കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക, പാഷനോടെ ഇരിക്കുക. മാക്സിമം ഒരു ഉറപ്പാണ് ടെക്നോളജി പഠിക്കണം. അതിന് പ്രത്യേകിച്ച് മ്യൂസിക് ഐഡിയ എന്ന് എൻ്റെ മ്യൂസിക് സ്കൂളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഉറപ്പായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് ഉറപ്പായിട്ടും ആവശ്യമാണ്, നമ്മുടെ എക്സിസ്റ്റൻസിന് ആവശ്യമാണ്. നമ്മൾ മ്യൂസീഷ്യൻസാണ്. മ്യൂസീഷ്യൻസിന് ഒരിക്കലും വേറൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മിസ്യൂസ് ചെയ്യാതെ നമ്മളെ വേറെ ആൾക്കാർ മ്യൂസിഷ്യപ്പിനെ മിസ്യൂസ് ചെയ്യാതെ നമ്മളത്തിലേക്ക് അത് നിൽക്കാൻ വേണ്ടിയിട്ട് മ്യൂസിക് ടെക്നോളജി പഠിക്കുക, മ്യൂസിക് ബിസിനസ് പഠിക്കുക. നമ്മുടെ നമ്മളിപ്പോൾ പിള്ളേരെ പാട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കളും ഉറപ്പായിട്ടും നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പിള്ളേരെ പഠിപ്പിക്കാനും കേൾപ്പിക്കാനും അവരെ പ്രേരിപ്പിക്കാനും സംഗീത പ്രേരണ ഉണ്ടാക്കുകയും വേണമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യണം. ഉറപ്പായിട്ടും മ്യൂസിക് എന്ന് പറയുന്നത് മ്യൂസിക് എന്ന് പറയുന്നത് ഇതൊരു വേ ഓഫ് ലൈഫാണ്. ഒരു പ്രൊഫഷനായിട്ട് മാത്രമല്ല, നമ്മുടെ എൻറ്റയർ ലൈഫിനെ അത് ഭയങ്കരമായിട്ട് കൂൾ ഡൗൺ ചെയ്യും. അതാണ് മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു നല്ലൊരു മെച്ചുവേർഡായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പേഷ്യൻസ് ഉള്ള കുട്ടികളുടെ മെൻ്റൽ അവസ്ഥയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ മ്യൂസിക് ഭയങ്കരമായിട്ട് ഉപകരിക്കും. പുറത്ത് കൺട്രീസിലൊക്കെ ഒരു മ്യൂസിക് കരിക്കുലം സ്കൂളിൽ തന്നെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പഠിപ്പിക്കുകയും അവരുടെ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ കുട്ടികളുടെ ഒരു പേഷ്യൻസ് കൊണ്ടുവരാനും അവർക്കൊരു ശ്രദ്ധയോടിരുന്ന് പഠിക്കാനും പറ്റുന്നൊരു സംഭവമാണ് മ്യൂസിക്. അപ്പോൾ അത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിപ്പിക്കണം. നല്ല സ്ഥലങ്ങളിൽ അത് കൃത്യമായി പഠനം ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ്. അതാണ്, വേറെ ഒന്നുമില്ല. ഇതൊക്കെയാണ് എൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇത്ര സമയം നമുക്ക് താങ്ക് യു സോ മച്ച്. ഞങ്ങൾ അടുത്ത പോഡ്കാസ്റ്റോട്ട് വീണ്ടും വരും. ഞങ്ങൾ കുറേ ക്വസ്റ്റ്യൻ പെൻഡിങ് വെച്ചിട്ടാണ് പോകുന്നത്. വിപിനെ ഞാൻ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു 10 എപ്പിസോഡ് പോഡ്കാസ്റ്റ്. അതെ ഉറപ്പായിട്ട് നമുക്ക് ഇനി ഇങ്ങനെ പറഞ്ഞു സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു തീരില്ല. ക്വസ്റ്റ്യൻ പോലെ ഇരിക്കും. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. സോ എൻ്റെ ഒരു അങ്ങനെയല്ല അതിനല്ല, എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അറിവ് നമ്മൾ എടുക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ തരത്തിൽ അറിവ് നമ്മൾ എടുക്കാൻ പറ്റും. ഇപ്പോൾ വിപിൻ സംസാരിക്കും, വിപിൻ്റെ പാട്ട് എനിക്ക് പുതിയ അറിവാണ്. ഞാനിപ്പം വിപിൻ പാടിയ പാട്ട്, വിപിൻ രാഗം അറിഞ്ഞൂടാതെ പാടിയൊരു പാട്ട് ഞാൻ നെറ്റിൽ അടിച്ചു നോക്കി ആ സ്വരങ്ങൾ വെച്ചിട്ട് ഏത് രാഗം വരുമെന്ന് ഞാൻ റിസർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഇതിൻ്റെ പുതിയ അറിവാണ്. വിലാസിനി എന്ന രാഗം കിട്ടി, അത് വിപിൻ കാരണമാണ്. സിമ്പിൾ. അങ്ങനെയാണ് പഠിക്കുന്നത്. ഇല്ലായ്മയിലും ലേണേഴ്സ് ആയിട്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോൾ എത്ര സമയം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്.